കേൾക്കുന്നുണ്ടോ എന്നൊന്ന് പറയണേ. ഇപ്പൊ കേൾക്കുന്നുണ്ടോ എന്നൊന്ന് പറയണേ. ഹലോ. യെസ്, ഓക്കെ ഓക്കെ. നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയറിൽ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെതായ ചെറിയൊരു ബുദ്ധിമുട്ടാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യൂണിറ്റ് 8 ഇത് നമ്മുടെ പഴയ സിലബസിൽ കണ്ടന്റ് ആയതുകൊണ്ടാണ് യൂണിറ്റ് 8 എന്ന് വരുന്നത്. ഇത് നമ്മുടെ യൂണിറ്റ് 3 ആണ്, കോൺട്രാക്ട് കോസ്റ്റിംഗ് ആണ്. എന്തിനാണ് ഇത് എടുത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമുക്ക് നമ്മുടെ ഈ സിലബസിന്റെ ഒരു വെയിറ്റേജ് ഒന്ന് നോക്കാം. ഈ മീൻസ് ഈ ഒരു ചാപ്റ്റർ പ്രീവിയസ് ഇയേഴ്സിലൊക്കെ എങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത് നോക്കാം. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിവിടെ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വരിക. അതുപോലെ തന്നെ ഇവിടെ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വരിക. ഈ ഒരു ഏരിയയിൽ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അല്ല, 6 മാർക്കാണ് വരിക. ഇവിടെ എസ് എ ക്വസ്റ്റ്യൻ 10 മാർക്ക്. ഈ രീതിയിലാണല്ലോ നമ്മുടെ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഇതില് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പിന്നെ 2021, 22, 23, 24 ഈ ഒക്കെ സമയങ്ങളിൽ 21 1 മാർക്കിന് 1 തവണ ചോദിച്ചിട്ടുണ്ട്. ഇത് 3 തവണ ചോദിച്ചിട്ടുണ്ട്, 1 തവണ. അതായത് മൊത്തം എത്ര 3 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ ഇതിനൊരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആവുമ്പോഴും ഒരു ക്വസ്റ്റ്യനെങ്കിലും ചോദിക്കുന്നുണ്ട്. 2024 മാത്രമാണ് എന്ത് ചെയ്യാതിരുന്നത്, ചോദിക്കാതിരുന്നത്. ഓക്കെ, 2024 മാത്രമാണ് ചോദിക്കാതെ ഇരുന്നിട്ടുള്ളൂ. 6 മാർക്കിന്റെ ക്വസ്റ്റ്യന്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, അതേപോലെ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ 10 മാർക്കിന് എല്ലാ തവണയും എസ് എ എന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. ഓരോ തവണയും എസ് എ എന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. അതായത് ഇത്രയും തവണകളിൽ നമുക്ക് എന്തായാലും സാധാരണഗതിയിൽ ഒരു 13 മാർക്കെങ്കിലും ഒരു എസ് എ, അതേപോലെ തന്നെ ഒരു എന്താണ് ഇതെന്നുള്ള രീതിയിൽ, എന്താണ് 3 മാർക്കിന്റെ ഷോർട്ട് എസ് എന്നുള്ള രീതിയിൽ എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ചാപ്റ്ററിന് അത്യാവശ്യം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഞാൻ ഫസ്റ്റ് മൊഡ്യൂൾ എന്നുള്ള രീതിയിൽ എടുത്തിരുന്നു. അപ്പൊ 1-2 മെസ്സേജ് വന്നു, ഫസ്റ്റ് ചാപ്റ്ററിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ, വലിയ ഇതെടുക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ കോൺട്രാക്ട് കോസ്റ്റിംഗിലേക്ക് എന്ത് ചെയ്തത്, മാറ്റിയിട്ടുള്ളത്, കോൺട്രാക്ട് കോസ്റ്റിംഗ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ചാപ്റ്റർ അത്രയും ഇമ്പോർട്ടന്റ് ആണ് എന്ന് ബോധ്യപ്പെടുത്താനാണ് ഈ ചാപ്റ്റർ നിങ്ങൾ നല്ല വെയിറ്റേജ് കൊടുക്കുക. അതുപോലെ തന്നെ പ്രോസസ് കോസ്റ്റിങ്ങിനും നല്ല വെയിറ്റേജ് എന്ത് ചെയ്യണം, കൊടുക്കേണ്ടതുണ്ട്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ചോദിച്ച ചോദ്യങ്ങൾ ഓരോന്നെടുത്ത് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. വർക്ക് ഇൻ പ്രോഗ്രസ് എന്താണെന്നാണ് ഫസ്റ്റ് ഒരു ചോദ്യം. തിയറി ആണ്, തിയറിയും പ്രോബ്ലം എല്ലാം അതിലുണ്ട് കേട്ടോ. വർക്ക് ഇൻ പ്രോഗ്രസ് ഇൻ കോൺട്രാക്ട് കോസ്റ്റിംഗ്. കോൺട്രാക്ട് കോസ്റ്റിംഗിൽ വർക്ക് ഇൻ പ്രോഗ്രസ് എന്താണ് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. വോയിസ് ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അതേപോലെ തന്നെ എല്ലാവരും ഒന്ന് റിപ്ലൈ ഹായ് എന്തെങ്കിലും ഒന്ന് ഇമോജി എന്തെങ്കിലും ഒന്ന് ഇട്ടേ, ഇത്തരം കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ എന്നറിയാൻ. എന്റെ വോയിസ് കറക്റ്റ് ടൈമിന് വരുന്നുണ്ടോ? അപ്പൊ യെസ്, വർക്ക് ഇൻ പ്രോഗ്രസ്, കോൺട്രാക്ട് കോസ്റ്റിംഗിൽ വർക്ക് ഇൻ പ്രോഗ്രസ് എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, കോൺട്രാക്ട് കോസ്റ്റിംഗിൽ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഫസ്റ്റ് 2021 ചോദിച്ചിട്ടുള്ള ചോദ്യം. അന്ന് 2 മാർക്കിനാണെങ്കിൽ ഇപ്പൊ നമുക്കിത് 3 മാർക്കിന് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വർക്ക് ഇൻ പ്രോഗ്രസ് ഈസ് ദ വാല്യൂ ഓഫ് വർക്ക് ഡൺ ഓൺ എ കോൺട്രാക്ട് ദാറ്റ് ഈസ് സ്റ്റിൽ ഇൻകംപ്ലീറ്റ് ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് എൻ അക്കൗണ്ടിങ് പീരിയഡ്. വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കോൺട്രാക്റ്റിലെ അതിന്റെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റിൽ നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്തിട്ടുണ്ടോ ആ വർക്ക് ചെയ്തതിന്റെ വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത്. ഈ വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ എന്തൊക്കെ വരും, വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ വർക്ക് സർട്ടിഫൈഡ് ഉണ്ടാവും, അതുപോലെ തന്നെ വർക്ക് അൺസർട്ടിഫൈഡ് ഉണ്ടാവും. അപ്പൊ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റിൽ നമ്മൾ ചെയ്ത വർക്കിന്റെ വാല്യൂ ആണ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്ന ഈ ഒരു ടേം കൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നും കൂടെ, വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ വാല്യൂ ഓഫ് വർക്ക് ഡൺ ഓൺ എ കോൺട്രാക്ട് ദാറ്റ് ഈസ് സ്റ്റിൽ ഇൻകംപ്ലീറ്റ്. ഇൻകംപ്ലീറ്റ്, ഇപ്പോഴും ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കോൺട്രാക്റ്റിലെ വാല്യൂ ഓഫ് വർക്ക് ഡൺ, ഇൻകംപ്ലീറ്റ് ആയ ഒരു കോൺട്രാക്റ്റിലെ
വർക്ക് ചെയ്തിട്ടുള്ളതിനെയാണ് അറ്റ് ദ എൻഡ് ഓഫ് എൻ അക്കൗണ്ടിങ് പീരീഡ്. സ്വാഭാവികമായിട്ടും വർക്ക് ഇൻ പ്രോഗ്രസ് നമ്മൾ നോക്കുക ഒരു അക്കൗണ്ടിങ് പീരീഡിലാണ്, അല്ലാതെ ഓരോ ദിവസവും എത്ര വർക്ക് എന്നുള്ളത് നോക്കൂല ഇൻകംപ്ലീറ്റഡ്. ഓക്കെ, അതിൽ വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ രണ്ട് കാര്യമാണ് വരിക. ഒന്ന് വർക്ക് സർട്ടിഫൈഡ് ആണ്, വർക്ക് അൺസർട്ടിഫൈഡ് ആണ്. എന്താ വർക്ക് സർട്ടിഫൈഡ് എന്ന് പറഞ്ഞാൽ ആർക്കിടെക്ട് അല്ലെങ്കിൽ വാല്യുവേഷൻ ഓഫീസർ അല്ലെങ്കിൽ എഞ്ചിനീയർ അവര് ഇത്ര വർക്ക് കംപ്ലീറ്റ് ആയി എന്ന് സർട്ടിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വർക്ക് സർട്ടിഫൈഡ് എന്ന് പറയും. അങ്ങനെ വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷെ അയാൾ സർട്ടിഫൈ ചെയ്യാത്ത പോർഷൻ ഉണ്ടെങ്കിൽ അതിന് വർക്ക് അൺസർട്ടിഫൈഡ് എന്നും പറയും. ഓക്കെ, ദ ടോട്ടൽ വാല്യൂ ഓഫ് വർക്ക് കംപ്ലീറ്റ് ഓൺ ആൻ ഓൺഗോയിങ് കോൺട്രാക്ട് അറ്റ് എ ഗിവൺ ഡേറ്റ്. ഇതിന്റെ മറ്റൊരു എക്സാമ്പിൾ 3 മാർക്ക് ആകുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കൂട്ടണല്ലോ, അതിന് വേണ്ടിയിട്ടാണ് എഴുതുന്നത്. ദ ടോട്ടൽ വാല്യൂ ഓഫ് വർക്ക് കംപ്ലീറ്റഡ് ഓൺ എ ഓൺഗോയിങ് കോൺട്രാക്ട്. ഓൺഗോയിങ് കോൺട്രാക്ടിന്റെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കോൺട്രാക്ടിന്റെ കംപ്ലീറ്റ് ആയ വർക്കിന്റെ എന്താണ് വാല്യൂ ആണ് അറ്റ് എ ഗിവൺ ഡേറ്റ്, ഒരു സ്പെസിഫിക് ഡേറ്റിൽ, ഇൻക്ലൂഡിങ് ബോത്ത് വർക്ക് സർട്ടിഫൈഡ് ബൈ കോൺട്രാക്ട് ആൻഡ് വർക്ക് നോട്ട് യെറ്റ് സർട്ടിഫൈഡ്. അപ്പൊ അതിൽ എന്ത് വരും, എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? വർക്ക് സർട്ടിഫൈഡും ഇൻക്ലൂഡ് ആണ്, വർക്ക് നോട്ട് സർട്ടിഫൈഡും ഇതിൽ എന്താണ് ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ ആണോ? ഒന്ന് കമന്റ് ചെയ്യും. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പൊ നമ്മള് ഇനി എസ്കലേഷൻ ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് അടുത്തത്. എസ്കലേഷൻ ക്ലോസ്. എസ്കലേഷൻ ക്ലോസ് എന്ന് പറഞ്ഞിട്ട് 2022 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മൾ ഇതിന്റെ ഏകദേശം മൊഡ്യൂൾ മൊത്തം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അങ്ങനെ എടുത്തിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. ഓരോ ചാപ്റ്ററും നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആദ്യം തീർക്കാന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ആപ്പ് തന്നെ ഇതിന്റെ PDF അപ്ലോഡ് ചെയ്യാം കേട്ടോ. ആൻ എസ്കലേഷൻ ക്ലോസ് ഈസ് എ പ്രൊവിഷൻ in a contract that allows for an increase in agreed price under certain conditions. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുക. അതായത് നമ്മൾ ഒരു കോൺട്രാക്ട് ചെയ്യുമ്പോൾ പലപ്പോഴും കോൺട്രാക്റ്റുകളുടെ പ്രൈസ് കൃത്യമായി നമുക്ക് അനലൈസ് ചെയ്യാനും മനസ്സിലാക്കാനും കഴിയൂല. നല്ല ചേഞ്ചസ് വരാൻ സാധ്യതയുണ്ട്. മെറ്റീരിയൽ കോസ്റ്റ് അല്ലെങ്കിൽ മറ്റു ലേബർ കോസ്റ്റ് ഒക്കെ ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധ്യത ഉണ്ട്. ഇങ്ങനെ വരുമ്പോൾ കോൺട്രാക്ടറിനെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടാണ്. കോൺട്രാക്ടറിനെ സംബന്ധിച്ചിടത്തോളം എന്താ ബുദ്ധിമുട്ട്? ആ പറഞ്ഞ വിലനേക്കാളും നല്ല വില വരുമ്പോൾ അയാൾക്ക് വലിയ നഷ്ടത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു നിശ്ചിത പെർസെൻറ്റേജിനെക്കാളും മെറ്റീരിയലിന്റെ ലേബറിന്റെ ഒക്കെ കോസ്റ്റ് കൂടുകയാണെങ്കിൽ കോൺട്രാക്ട് പ്രൈസും അതേ തോതിൽ കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു അഗ്രിമെന്റ്, കോൺട്രാക്ട് അഗ്രിമെന്റിൽ ഈ ഒരു ക്ലോസ് ആഡ് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ ക്ലോസ് ഇത്തരം പ്രൈസ് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു ക്ലോസ് ആഡ് ചെയ്യുകയാണെങ്കിൽ ആ ക്ലോസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എസ്കലേഷൻ ക്ലോസ് എന്ന് പറയുന്നത്. എപ്പോഴാണ് എസ്കലേഷൻ ക്ലോസ് ഉണ്ടാവുക? മെറ്റീരിയലിന്റെ ലേബറിന്റെ ഒക്കെ കോസ്റ്റ് ഒരു ലിമിറ്റിന്റെ അപ്പുറത്തേക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധ്യത ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കോൺട്രാക്റ്റിൽ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അതും കൂടെ കൂട്ടണം എന്ന് പറഞ്ഞിട്ട് കോൺട്രാക്ട് എഴുതുമ്പോൾ ഒരു ക്ലോസ് ഇടുകയാണെങ്കിൽ ആ ഒരു ക്ലോസിന്റെ പേരാണ് എന്ത്? എസ്കലേഷൻ ക്ലോസ് എന്ന് പറയുന്നത്. ഈ എസ്കലേഷൻ ക്ലോസ് കോൺട്രാക്ടറിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരു പ്രൊട്ടക്ഷനാണ്. എന്തെന്നുള്ള പ്രൊട്ടക്ഷൻ? ലോസ് വരാൻ സാധ്യതയുണ്ട്. ആ ലോസിൽ നിന്നുള്ള എന്താണ്? പ്രൊട്ടക്ഷൻ ആണ്. അപ്പോ എന്താണ്? an escalation clause is a provision in a contract. ഒരു കോൺട്രാക്റ്റിലുള്ള പ്രൊവിഷൻ ആണ് that allows for an increase in agreed price under certain condition. ചില കണ്ടീഷനിൽ അതിന്റെ എമൗണ്ട്, കോൺട്രാക്ട് പ്രൈസ് ഇൻക്രീസ് ചെയ്യാൻ അനുവദിക്കുന്ന ഒരു പ്രൊവിഷൻ ആണ്, അങ്ങനെ ഒരു ക്ലോസ് ആണ്. ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ടു പ്രൊട്ടക്ട് പാർട്ടീസ് ഫ്രം റൈസിംഗ് കോസ്റ്റ് ഡ്യൂ ടു ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ മാർക്കറ്റിലുള്ള പ്രൈസ് ചേഞ്ച്, ഇത്തരം മെറ്റീരിയലിന്റെ കോസ്റ്റ് ഇൻക്രീസ്, ഇത്തരം സാധനങ്ങളിൽ നിന്നൊക്കെ പാർട്ടീസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കോമൺലി കൊണ്ടുവരുന്ന, പാർട്ടീസ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് കോൺട്രാക്ടറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു സംവിധാനമാണ് എസ്കലേഷൻ ക്ലോസ് എന്ന് പറയുന്നത്. എസ്കലേഷൻ ക്ലോസ് മനസ്സിലായോ? ഇനി അതിനൊരു എക്സാമ്പിൾ ഒക്കെ കൊടുത്തിട്ടുണ്ട്, അത് വേണമെന്നില്ല, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. എന്താണ്? കോൺട്രാക്ടർ അഗ്രീസ് ടു build a project for 1 crore but include an escalation clause stating if the cost of cement or steel increases by more than 10% from the base price as on contract price, the total contract value will be adjusted proportionately. എന്താ പറഞ്ഞത്? സിമെന്റിന്റെയും സ്റ്റീലിന്റെ ഒക്കെ വില 10%-ക്കാളും കോൺട്രാക്ട് ഇടുന്ന സമയത്തുള്ള
കോസ്റ്റിനേക്കാൾ ഒരു 10% കൂടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് വേണം, നമ്മൾ കോൺട്രാക്ട് പ്രൈസിലും അതേ രീതിയിൽ ആ പ്രൊപ്പോർഷനേറ്റ് അഡ്ജസ്റ്റ്മെന്റ് വേണം. ഇങ്ങനെ ഒരു ക്ലോസ് ഇടുന്നതിന് ഒരു എക്സാമ്പിൾ കൊടുത്തതാണ്. അതായത് എന്തിനായി എക്സാമ്പിൾ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾക്കൊക്കെ 3 മാർക്കിന്റെ ചോദ്യത്തിന് കുറച്ച് അധികം ഇല്ലെങ്കിൽ 3 മാർക്ക് ചിലപ്പോൾ ഇടൂല. അപ്പൊ അങ്ങനെ ഒക്കെ വരുമ്പോൾ ഒരു എക്സാമ്പിൾ ഒക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ എന്തായാലും ആ 3 മാർക്ക് തന്നെ നമ്മുടെ കയ്യിൽ കിട്ടും. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തതാണ്, ഇട്ടിട്ടുള്ള ഒരു ഏരിയയാണ്. ക്ലിയർ ആണെന്ന് മനസ്സിലാവുന്നു. ഞാൻ എന്ത് ചെയ്യാണ്, മുന്നോട്ട് പോവാണ്. അടുത്തത് റീടെൻഷൻ മണി എന്താണ് ചോദ്യമാണ്. എത്ര തവണ ചോദിച്ചിട്ടുണ്ട്? റീടെൻഷൻ മണി എന്താണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. എന്താണ് റീടെൻഷൻ മണി? റീടെൻഷൻ മണി എന്താണ് എന്നുള്ള ചോദ്യം അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് 2 തവണ എന്ത് ചെയ്തിന്, റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ. റീടെൻഷൻ മണി എന്താണ് എന്നുള്ളത് യെസ് നമുക്ക് നോക്കാം. വാട്ട് ഈസ് റീടെൻഷൻ മണി? എന്താ ഓർക്കുന്നുണ്ടോ? റീടെൻഷൻ മണി എന്താണെന്നുള്ളത് ഓർക്കുന്നുണ്ടോ? ഒന്നുമില്ല. നമ്മൾ സാധാരണഗതിയിൽ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ, ഉദാഹരണത്തിന് നമ്മൾ ഒരു 10 ലക്ഷം രൂപയുടെ ഒരു കോൺട്രാക്റ്റ് ആണ്. കോൺട്രാക്ട് പ്രൈസ് എത്രയാണ്? 10 ലക്ഷം രൂപയാണ്. ഈ 10 ലക്ഷം രൂപയുടെ ഈ ഒരു കോൺട്രാക്റ്റിൽ 10 ലക്ഷം രൂപയുടെ ഈ ഒരു കോൺട്രാക്റ്റിൽ ഇയാളിപ്പോ നിലവിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്തത്, വർക്ക് സർട്ടിഫൈ ചെയ്തിട്ടുള്ളത് എത്രയാണെന്നറിയോ? വർക്ക് സർട്ടിഫൈ ചെയ്തത് ഒരു 8 ലക്ഷം രൂപയുടെ വർക്ക് സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വർക്ക് സർട്ടിഫൈഡിൽ ഈ എമൗണ്ട് മുഴുവനും അതുപോലെ തന്നെ ഇയാളെടുത്ത് നിന്ന് കോൺട്രാക്ടർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, കൊടുക്കൂല. ഒരു 7 ലക്ഷം രൂപയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, കൊടുക്കുള്ളൂ. എന്താ അങ്ങനെ കൊടുക്കാൻ കാരണം? എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ കോൺട്രാക്ടറുടെ അടുത്തുനിന്ന് അയാളെ വിളിച്ചത് റെഡിയാക്കി തരണം എന്ന് പറഞ്ഞ് അയാൾ കൃത്യമായി വരണം എന്നുണ്ടെങ്കിൽ കുറച്ച് ക്യാഷ് നമ്മളെടുത്ത് പിടിച്ചു വെക്കണം. ഇപ്പൊ നമ്മൾ ഇങ്ങനെ വർക്ക് സർട്ടിഫൈഡിൽ നിന്നും നമ്മൾ ക്യാഷ് റിസീവ്ഡ് കുറച്ചാൽ കിട്ടുന്ന ബാക്കി നമ്മൾ ഇവിടെ പിടിച്ചു വെച്ച, വിത്ത് ഹെൽഡ് ചെയ്ത് വെച്ച, നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ എമൗണ്ടിനെയാണ് റീടെൻഷൻ മണി എന്ന് പറയുന്നത്. ഇത് ഗവൺമെന്റ് കോൺട്രാക്റ്റിലൊക്കെ കാണും. നമ്മൾ റോഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ 1 കോടിയുടെ ഒരു റോഡായിരിക്കും. അതില് ഫുൾ ബില്ലും അപ്പൊ തന്നെ എന്ത് ചെയ്യൂല, കൊടുക്കൂല. 5 വർഷത്തെ മെയിൻ്റനൻസും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഉദാഹരണത്തിന് ഒരു 10% ഒരു എന്ത് ചെയ്യുക, ഒരു 10 ലക്ഷം രൂപ ഈ മെയിൻ്റനൻസ് ഒക്കെ കൃത്യമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുള്ളൂ, കൊടുക്കുള്ളൂ. അപ്പൊ ഇങ്ങനെ പിടിച്ചു വെക്കുന്ന, വർക്ക് സർട്ടിഫൈ ചെയ്താലും എമൗണ്ട് കുറച്ച് എന്ത് ചെയ്യാം, പിടിക്കാൻ സാധ്യത. ഇങ്ങനെ പിടിച്ചു വെക്കുന്ന ഈ എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റീടെൻഷൻ മണി എന്ന് പറയുന്നത്. റീടെൻഷൻ മണി എന്ന് പറയുന്നത് ക്ലിയർ ആണോ? റീടെൻഷൻ മണി എന്താണെന്ന് മനസ്സിലായോ? നമ്മൾ വായിച്ച് ഇതാക്കാം. ആദ്യം റീടെൻഷൻ മണി എന്താണെന്ന് ക്ലിയർ ആയിട്ടുണ്ടോന്നോ? പറഞ്ഞ പോയിന്റ് ഓക്കെ ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. റീടെൻഷൻ മണി ഈസ് എ പോർഷൻ ഓഫ് പേയ്മെന്റ് ഹെൽഡ് ബാക്ക് by the contractee from the contractor's bill in a construction or service contract to ensure proper completion of the work and to cover any defect or fault found later. ഇത്രേ ഉള്ളൂ. ആര് പിടിച്ചു വെച്ചാ? റീടെൻഷൻ മണി എന്ന് പറഞ്ഞാൽ ഈസ് എ പോർഷൻ ഓഫ് പേയ്മെന്റ് held back by the contractee. ആരാ പിടിച്ചു വെച്ച? കോൺട്രാക്ടീ. കോൺട്രാക്ടർ അടുത്തുനിന്ന് കോൺട്രാക്ട് പിടിച്ചു വെച്ച. ഫ്രം ദ കോൺട്രാക്ടേഴ്സിന്റെ ബില്ലിന്ന്. ഇൻ എ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ സർവീസ് കോൺട്രാക്ട്. എന്തിനാണ് അങ്ങനെ പിടിച്ചു വെക്കുന്നത്? ടു എൻഷുർ പ്രോപ്പർ കംപ്ലീഷൻ ഓഫ് ദ വർക്ക്. ടൈമിന് വർക്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ആൻഡ് ടു കവർ എനി ഡിഫക്ട് ഓർ ഡീഫോൾട്ട് ഫൗണ്ട് ലേറ്റർ. അതിനുശേഷം എന്തെങ്കിലും ഡീഫോൾട്ട് ഒക്കെ വരുത്തി കഴിഞ്ഞാൽ അതൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. അതാണ് റീടെൻഷൻ മണി എന്ന് പറയുന്നത്. ഇതാണ് റീടെൻഷൻ മണിയുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാനുള്ള പോയിന്റ്. അടുത്തത് നമുക്ക് എന്താണ് നോഷണൽ പ്രോഫിറ്റ് നോക്കാം. നോഷണൽ പ്രോഫിറ്റ് 2022 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. നോഷണൽ പ്രോഫിറ്റ് എന്താ? നോഷണൽ പ്രോഫിറ്റ് ഒന്നുമില്ല. ഇൻകംപ്ലീറ്റ് കോൺട്രാക്ട് ആണെങ്കിൽ അതിലെ മുഴുവൻ പ്രോഫിറ്റ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യൂല. ഇൻകംപ്ലീറ്റ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ലോങ് ടൈം കോൺട്രാക്ട് ആണ്. ലോങ് ടൈമിലുള്ള ഒരു കോൺട്രാക്ട് ആണ്. ഈ കോൺട്രാക്റ്റിൽ ഫസ്റ്റ് ഇയറിൽ നമ്മൾ ഒരു 20% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സെക്കൻഡ് ഇയറിൽ നമ്മൾ ടോട്ടല് ഒരു 40% കംപ്ലീറ്റ് ആയിരുന്നു. അടുത്ത വർഷം ഒരു 70% കംപ്ലീറ്റ് ആയിരുന്നു.
അടുത്ത വർഷം ഒരു 90%, അഞ്ചാമത്തെ വർഷമാണ് 100% എന്ത് ചെയ്യുന്നത് കംപ്ലീറ്റ് ആവുന്നത്. അപ്പൊ ഈ ഒന്നാമത്തെ വർഷവും രണ്ടാമത്തെ വർഷവും മൂന്നാമത്തെ വർഷവും നാലാമത്തെ വർഷവും ഒക്കെ ഈ കോൺട്രാക്ട് എന്ന് പറയുന്നത് എന്താണ്? ഇൻകംപ്ലീറ്റ് കോൺട്രാക്ട് ആണ്. ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റിൽ ഇതുവരെ നമ്മൾ ചെലവാക്കിയിട്ടുള്ള കോസ്റ്റും അതുപോലെ തന്നെ വർക്ക് സർട്ടിഫൈഡ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈ വർക്ക് സർട്ടിഫൈഡിൽ നിന്നും കോസ്റ്റ് വർക്ക് ഇൻ പ്രോഗ്രസിൽ നിന്നും കോസ്റ്റ് കുറച്ചാൽ കിട്ടുന്ന എമൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? നോഷണൽ പ്രോഫിറ്റ്. ഇതിനെ നമ്മൾക്ക് യഥാർത്ഥ പ്രോഫിറ്റ് എന്ന് പറയാൻ പറ്റൂല. യഥാർത്ഥ പ്രോഫിറ്റ് എങ്ങനെ നമ്മൾ കാണുക? ഈ നോഷണൽ പ്രോഫിറ്റ് എന്നും ഒരു സെർട്ടൻ പെർസെൻറ്റേജ് നമ്മൾ എന്ത് ചെയ്യണം? മാറ്റി വെക്കും. അതിന് പ്രത്യേക നിയമങ്ങളും നിബന്ധനകളും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 7 പ്രകാരം ഉണ്ട്. അപ്പൊ ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റിൽ വർക്ക് ഇൻ പ്രോഗ്രസിൽ നിന്നും നമ്മൾ ഇതുവരെയുള്ള കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോഷണൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. നോഷണൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. നോഷണൽ പ്രോഫിറ്റ് ഈസ് ദ എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ഓൺ ആൻ ഇൻകംപ്ലീറ്റ് കോൺട്രാക്ട്. ഈ ഒരു വേർഡ് ഉണ്ടായാൽ തന്നെ മാർക്ക് അങ്ങോട്ട് പോകും. എക്സാമിനർ ഇത് മുഴുവൻ വായിച്ചു നോക്കല്ല ചെയ്യുക. അയാളെ സംബന്ധിച്ചിടത്തോളം മെയിൻ പോയിന്റ് എന്താണോ അത് ഉണ്ടോ നോക്കുക. എന്താണ് നോഷണൽ പ്രോഫിറ്റ്? എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ഓൺ ആൻ ഇൻകംപ്ലീറ്റ് കോൺട്രാക്ട്, ഓഫൺ യൂസ്ഡ് ഇൻ കോൺട്രാക്ട് അക്കൗണ്ടിങ് ടു അസസ് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്. വർക്ക് ഇൻ പ്രോഗ്രസിന്റെ പ്രോഫിറ്റബിലിറ്റി അസസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ്? ഒരു എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ആണ് നോഷണൽ പ്രോഫിറ്റ് എന്ന്. നോട്ട് ഓൾ ഓഫ് ദിസ് പ്രോഫിറ്റ്, ഈ നോഷണൽ പ്രോഫിറ്റിലെ മുഴുവൻ എമൗണ്ടും ഈസ് ട്രാൻസ്ഫേർഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ട്. മുഴുവനും നമ്മൾ എന്ത് ചെയ്യൂല? നോട്ട് ഓൾ ഓഫ് ദിസ് പ്രോഫിറ്റ്, ഇതിലെ മുഴുവൻ പ്രോഫിറ്റും നമ്മൾ എന്ത് ചെയ്യൂല? ട്രാൻസ്ഫർ ചെയ്യൂല. എ പോർഷൻ ഈസ് യൂഷ്വലി കെപ്റ്റ് ആസ് റിസർവ്. ഈ നോഷണൽ പ്രോഫിറ്റിന്റെ ഒരു വിഹിതം നമ്മൾ എന്ത് ചെയ്യും? റിസർവ് ആക്കി മാറ്റിവെക്കും. ഡിപ്പെൻഡിങ് ഓൺ ദ സ്റ്റേജ് ഓഫ് കംപ്ലീഷൻ ആൻഡ് റിസ്ക്. ആ സ്റ്റേജ് ഓഫ് കംപ്ലീഷന്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം, ഇവിടെ താഴെ നമുക്ക് അതിന്റെ ഡിസ്കഷൻ വരുന്നുണ്ട്. ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റിൽ എങ്ങനെയാണ് പ്രോഫിറ്റ് മാറ്റി വെക്കുക എന്നുള്ളത്. അത് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ധാരണ ഉണ്ടാവും. അപ്പൊ നമുക്കത് കുറച്ചും കൂടെ വ്യക്തിയോടുകൂടെ എന്ത് ചെയ്യാം? മനസ്സിലാക്കി വെക്കാം. അപ്പോ നോഷണൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റിലെ എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ആണ്. ഇതിലെ മുഴുവൻ എമൗണ്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മാറ്റൂല. എന്തേ മാറ്റുള്ളൂ? ഇതിലൊരു പോർഷൻ മാത്രമേ മാറ്റുള്ളൂ. അത് എന്തടിസ്ഥാനത്തിലാണ് ഈ പോർഷൻ മാറ്റുക? ഡിപ്പെൻഡിങ് ഓൺ ദ സ്റ്റേജ് ഓഫ് കംപ്ലീഷൻ. എത്ര കംപ്ലീറ്റ് ആയിരുന്നോ? 25% കംപ്ലീറ്റ് ആയെങ്കിൽ ഒന്നും മാറ്റി വെക്കൂല. 25 മുതൽ 50% വരെ ആണെങ്കിൽ 1/3 മാറ്റി വെക്കും. 50ന്റെയും 90ന്റെയും ഇടയിലാണെങ്കിൽ 2/3 മാറ്റി വെക്കും. 90ന്റെ അബവ് ആണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് നിയറസ്റ്റ് ടു കംപ്ലീഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 3-4 ഇക്വേഷൻ ഉണ്ട്, അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? മാറ്റി വെക്കും. അപ്പൊ നോഷണൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വർക്ക് സർട്ടിഫൈഡും വർക്ക് അൺസർട്ടിഫൈഡും കൂടെ കൂട്ടുക. അതായത് ഇത് രണ്ടും കൂടെ കൂട്ടുക എന്ന് പറഞ്ഞാൽ എന്താ? വർക്ക് ഇൻ പ്രോഗ്രസ് എന്നാണ്. അപ്പൊ വർക്ക് ഇൻ പ്രോഗ്രസ് കോസ്റ്റ് ടു ഡേറ്റ്, ഇതുവരെയുള്ള കോസ്റ്റ് കുറച്ചാൽ കിട്ടുന്നതാണ് നോഷണൽ പ്രോഫിറ്റ്. വാല്യൂ ഓഫ് വർക്ക് സർട്ടിഫൈഡ് പ്ലസ് വർക്ക് അൺസർട്ടിഫൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. വർക്ക് ഇൻ പ്രോഗ്രസ് കോസ്റ്റ് കുറച്ചാൽ നമുക്ക് നോഷണൽ പ്രോഫിറ്റ് കിട്ടും. പറഞ്ഞത് ക്ലിയർ ആണോ അല്ലേ? ഒന്ന് കമന്റ് ചെയ്യണേ. നോഷണൽ പ്രോഫിറ്റ് ഓക്കെ ആണോ അല്ലേ എന്നൊന്ന് കമന്റ് ചെയ്യാം. ഇനി കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്താണെന്ന് 2023 ചോദിച്ചൊരു ചോദ്യമാണ്. കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്താണ്? കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഫോം ഓഫ് ജോബ് കോസ്റ്റിംഗ് ആണ്. ലോങ് ടേമിൽ വരുന്ന അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന ഒരു തരം ജോബ് കോസ്റ്റിങ്ങിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്നൊക്കെ പറയുക. അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഒരുപാട് തവണ കേട്ടതാണ്. കോൺട്രാക്ട് കോസ്റ്റിംഗ് ഈസ് എ ഫോം ഓഫ് ജോബ് കോസ്റ്റിംഗ് ഇൻ വിച്ച് കോസ്റ്റ് ആർ attributed to individual contract rather than job or batches. എന്തിനാണ്? ഓരോ ഇൻഡിവിജ്വൽ കോൺട്രാക്റ്റിനാണ് ഇവിടെ എന്ത് ചെയ്യുക? കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? അട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക, അതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. It is used when work is undertaken according to the specific requirement of a customer and each contract is treated as cost unit. ഇതിങ്ങനെ ഒരു ഡെഫിനിഷൻ ആണ്. ഇതുപോലെ നമുക്ക് നമ്മുടെ ഓൾറെഡി നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ. എന്താണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന എന്താണ്? ഇത് സജസ്റ്റഡ് ആൻസർ എടുത്തതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തത്. ഇതിലേറെ കുറച്ചും കൂടെ നല്ലൊരു ഡെഫിനിഷൻ സജസ്റ്റഡ് ആൻസർ എന്ന് പറഞ്ഞാൽ വാല്യൂ ചെയ്യുന്നവർക്ക് കൊടുത്തിട്ടുള്ള ആൻസറിൽ വന്നിട്ടുള്ളൊരു എന്താണ് ഡെഫിനിഷൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു ആൻസർ തന്നെ എടുത്തത്. കുറച്ചും കൂടെ നല്ലത് നമ്മുടെ PDF
നമ്മൾ തന്നിട്ടുള്ള PDF കുറച്ചും കൂടെ നല്ല കൊടുത്തിട്ടുണ്ട്. എന്താണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന കോൺട്രാക്ട് കോസ്റ്റിംഗ് ആണ്. ഒരു സ്പെസിഫിക് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന ഒരു തരം ജോബ് കോസ്റ്റിംഗ് ആണ് കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. അത് എടുക്കുകയാണ് കുറച്ചും കൂടെ നല്ലത്. ഇത് സജസ്റ്റഡ് ആൻസറിലുള്ള ഇതാണ്. ഇതന്നെ എഴുതണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതാണ് കുറച്ചും കൂടെ വ്യക്തമാകാനും മനസ്സിലാക്കാനും നല്ലത്. നമ്മുടെ ടെക്സ്റ്റിൽ നമ്മുടെ PDF-ലുള്ള ആ ഒരു ആൻസർ. എന്തായാലും കോൺട്രാക്ട് കോസ്റ്റിംഗിന്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. 3 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള. അപ്പൊ 3 മാർക്കിന് ഇതുവരെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് തന്നിട്ടുള്ളത്. എന്താ വർക്ക് ഇൻ പ്രോഗ്രസ് പറഞ്ഞു, എസ്കലേഷൻ ക്ലോസ് എന്താന്ന് പറഞ്ഞു, റീടെൻഷൻ മണി എന്താന്ന് പറഞ്ഞു, നോഷണൽ പ്രോഫിറ്റ് എന്താന്ന് പറഞ്ഞു, പിന്നെ കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്താണെന്നും പറഞ്ഞു. ഇത്രയാണ് 3 മാർക്കിന്. മുൻപ് 2 മാർക്കാണെങ്കിൽ ഇപ്പോൾ 3 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. അടുത്ത സെക്ഷൻ ബി 6 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഈ ചാപ്റ്ററിൽ ചോദിച്ചിട്ടുള്ള സാധ്യതയുള്ള എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണകളിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇനി നോക്കുന്നത്. ഒന്ന്, ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ ജോബ് കോസ്റ്റിംഗ് ആൻഡ് കോൺട്രാക്ട് കോസ്റ്റിംഗ്. കോൺട്രാക്ട് കോസ്റ്റിംഗും ജോബ് കോസ്റ്റിംഗും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ജോബ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ, ജോബ് എന്ന് പറയുമ്പം കസ്റ്റമറിന്റെ സ്പെഷ്യൽ റിക്വയർമെന്റ് പ്രകാരം ഷോർട്ട് ടേം ഡ്യൂറേഷനിൽ നമ്മൾ ചെയ്യുന്ന പിന്നെ എന്താണ് കോസ്റ്റിങ്ങിനെയാണ് ജോബ് കോസ്റ്റിംഗ് എന്ന് പറയാം. ഉദാഹരണം, ഇപ്പോ ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞില്ല, ഇലക്ഷൻ സമയത്ത് ഓരോ പാർട്ടിക്കാരും അവനവന്റെ മണ്ഡലത്തിലുള്ള പിന്നെന്താണ് എന്റെ ഫ്ലെക്സ്, ഇപ്പൊ ഞാൻ ഒരു ഇതിൽ എന്ത് ചെയ്യാണ്, മത്സരിക്കുകയാണ്. അപ്പൊ എന്റെ ഒരു 10,000 ഫ്ലെക്സ് എന്റെ മണ്ഡലത്തിൽ മുഴുവനായിട്ട് എന്ത് ചെയ്യണം, അടിക്കണം. അത് ഞാൻ ഒരാൾക്ക് ഇത് കൊടുക്കുക. അതൊരു 2-3 കൊല്ലമുള്ള പ്രോസസ്സാണോ? ആകെ 20 ദിവസം ഇലക്ഷനും ഡിക്ലറേഷനും ഇതും തമ്മിൽ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ? അപ്പൊ ഒരു 20 പിന്നെ ഈ ഒരു ഷോർട്ട് ഡ്യൂറേഷനിൽ ചെയ്യുന്നതാ. എന്ന് മാത്രല്ല, ഇത് എന്റെ ഫ്ലക്സ് പോലെ എന്റെ എതിർ സ്ഥാനാർത്ഥിന്റെ ഫ്ലക്സ് അടിക്കാൻ പറ്റുമോ? എന്റെ കയ്യിലുള്ള ചിഹ്നം ചിലപ്പോൾ എന്തെങ്കിലും മത്തങ്ങയൊക്കെ ആയിരിക്കും, അതേ ചിഹ്നമായിരിക്കും മറ്റേ ആൾക്ക് ഉണ്ടാവുക. അപ്പൊ എന്റെ റിക്വയർമെന്റ് പ്രകാരം ഷോർട്ട് ടൈം ഡ്യൂറേഷനിൽ എനിക്ക് ചെയ്യുന്ന ഒരു ജോബ്, അതിനു വേണ്ടി നമ്മൾ രൂപീകരിച്ചിട്ടുള്ള ഒരു മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ് എന്ത്, ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. എന്നാൽ കോൺട്രാക്ട് കോസ്റ്റിംഗും ഒരു തരം ജോബ് കോസ്റ്റിംഗ് തന്നെയാണ്. ജോബ് കോസ്റ്റിംഗ് ഷോർട്ട് ടൈം ഡ്യൂറേഷൻ ആകുമ്പോൾ അതിന് വിളിക്കുന്ന പേര് ജോബ് കോസ്റ്റിംഗ് ആണെങ്കിൽ, അത് ലോങ് ടൈം ഡ്യൂറേഷനിലാണ് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് വിളിക്കും, കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് വിളിക്കും. എനിക്കൊരു വീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരാളെടുത്ത് പോയി, ഞാൻ പറഞ്ഞ പോലെ ഉള്ള ഒരു വീടാണ് എനിക്ക് ഉണ്ടാക്കി തരിക. എന്റെ അതേപോലെയാണോ അടുത്ത ആൾക്ക് വീട് ഉണ്ടാക്കി കൊടുക്കുക? അല്ല. അപ്പൊ രണ്ടും ജോബ് കോസ്റ്റിംഗ് ആണ്. പക്ഷെ ജോബ് കോസ്റ്റിംഗിൽ നിന്നും കോൺട്രാക്ട് കോസ്റ്റിംഗ് എങ്ങനെയാണ് വ്യതിരിക്തമായി നിൽക്കുന്നത്? ജോബ് കോസ്റ്റിംഗ് ഷോർട്ട് ഡ്യൂറേഷനിൽ വർക്ക് കംപ്ലീറ്റ് ആവും. കോൺട്രാക്ട് കോസ്റ്റിംഗ് മോർ ദാൻ 1 അക്കൗണ്ടിങ് പീരീഡ്, ചിലപ്പം 2 കൊല്ലോ 3 കൊല്ലോ 4 കൊല്ലോ ഒക്കെ എടുക്കും ഇത് കംപ്ലീറ്റ് ആവാൻ. ഇതൊരു 3 to 9 മാസം അല്ലെങ്കിൽ ചെറിയ പീരീഡ് കൊണ്ട് കംപ്ലീറ്റ് ആകും. കസ്റ്റമറിന്റെ റിക്വയർമെന്റ് പ്രകാരം ചെയ്യുന്നതാണെങ്കിൽ ജോബ് കോസ്റ്റിംഗ്. ക്ലിയർ ആണെന്ന് മനസ്സിലാകുന്നു. ഓക്കെ, കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കമന്റിൽ എന്ത് ചെയ്താൽ മതി, ചോദിച്ചാൽ മതി കേട്ടോ. ജോബ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ കോസ്റ്റിംഗ് മെത്തേഡ് ഫോർ സ്പെസിഫിക് സ്മോൾ സ്കെയിൽ കസ്റ്റമൈസ്ഡ് ജോബ് എക്സിക്യൂട്ടഡ് ആസ് പെർ കസ്റ്റമർ ഓർഡർ. കസ്റ്റമറിന്റെ ഓർഡർ പ്രകാരം എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള കസ്റ്റമൈസ് ചെയ്ത ജോബാണ്. സ്മോൾ സ്കെയിലിൽ ചെറിയ രീതിയിലായിരിക്കും ചെയ്യുക. ഇപ്പോൾ ഒരു കോളേജിന് മാഗസിന്, ഒരു കോളേജിന്റെ മാഗസിൻ പോലെ ആയിരിക്കും മറ്റേ കോളേജിന്റെ മാഗസിൻ, ഒക്കെ രൂപങ്ങൾ മാറ്റം ഉണ്ടാവില്ലേ? എന്നാൽ കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? കോസ്റ്റിംഗ് മെത്തേഡ് അപ്ലൈഡ് ടു ലാർജ് ലോങ് ടൈം കോൺട്രാക്ട് ട്രീറ്റഡ് ആസ് സെപ്പറേറ്റ് കോസ്റ്റ് യൂണിറ്റ്. ഇതെന്താണ്? ലാർജ് ആയിട്ടുള്ള ലോങ് ടൈമിലുള്ള എന്താണ് ജോബാണ്. ഇത്തരം സാധനമാണ് കോൺട്രാക്ട് കോസ്റ്റിംഗ് മെത്തേഡാണ്. അങ്ങനെ അപ്ലൈ ചെയ്യുന്ന ഒരു കോസ്റ്റിംഗ് മെത്തേഡാണ് ഇത്. എന്താണ്? നേച്ചർ ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ സ്മോൾ സ്കെയിൽ ആണ്, കസ്റ്റമൈസ്ഡ് ജോബാണ്. ഇവിടെ ആണെങ്കിലോ ലാർജ് സ്കെയിൽ ആണ്, ലോങ് ടൈം കോൺട്രാക്ട് ആണ്. ലോങ് ടൈം ആയിട്ട് എന്ത് ചെയ്യും ഇത് വരും എന്നുള്ളതാണ്. ലാർജ് ആണ്, അതുപോലെ തന്നെ കസ്റ്റമൈസ്ഡ് ആണ്. ഇനി യൂണിറ്റ് ഓഫ് കോസ്റ്റിംഗ്, ഓരോ ജോബും ആണെന്ത് കോസ്റ്റ് യൂണിറ്റ് ആയിട്ട് പരിഗണിക്കുക. ഇവിടെ ഓരോ കോൺട്രാക്റ്റും ആണ് കോസ്റ്റ് യൂണിറ്റ്. കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോ ഒരു പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ അളവുകോലാണ് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞു. അപ്പൊ ജോബിന്റെ കോസ്റ്റ് യൂണിറ്റ് അപ്പൊ എന്താ? ഓരോ ജോബ് ഒരു കോസ്റ്റ് യൂണിറ്റ് ആണ്. ഒരു കോൺട്രാക്ട് ആണെങ്കിൽ ഓരോ കോൺട്രാക്റ്റും ഒരു കോസ്റ്റ് യൂണിറ്റ് ആണ്. ലൊക്കേഷൻ ഓഫ് വർക്ക്, ഈ ജോബ് കോസ്റ്റിംഗിൽ വർക്ക് എവിടെ നമ്മൾ ചെയ്യുക? വർക്ക് നമ്മൾ ചെയ്യുക എവിടെയാണ്? വർക്ക് ചെയ്യുക കസ്റ്റമറിന്റെ സൈറ്റിലല്ല. എവിടെ ചെയ്യുക? നമ്മുടെ ഫാക്ടറിയിലോ വർക്ക്ഷോപ്പിലോ ആയിരിക്കും ചെയ്യുക. എന്നാൽ കോൺട്രാക്ട് കോസ്റ്റിംഗിൽ
ആ കസ്റ്റമറുടെ സൈറ്റിലാണ് ചെയ്യുക. വർക്ക് ഡൺ അറ്റ് ദ കോൺട്രാക്ട് സൈറ്റ്. നമ്മൾ എവിടെയാണോ സൈറ്റ് ഉള്ളത് അവിടെ ആയിരിക്കും ചെയ്യുക. ഫാക്ടറിയിലോ വർക്ക്ഷോപ്പിലോ ആയിരിക്കില്ല. ഒരു വീട് ഉണ്ടാക്കുമ്പോൾ ഞാൻ എൻ്റെ ഫാക്ടറിയിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരാന്ന് പറയുന്ന രീതിയല്ല ഉണ്ടാവുക. അവിടുന്ന് ചെറിയ പണികളൊക്കെ എന്തായാലും ചെയ്യായിരിക്കും. ഇപ്പൊ പുതിയ സിസ്റ്റം അനുസരിച്ച് ബ്രിഡ്ജ് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ കുറെ സംവിധാനങ്ങൾ അവിടുന്ന് ഉണ്ടാക്കിയിട്ട് പിന്നെ നേരെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യായിരിക്കും. എവിടുന്ന് തന്നെ ഇപ്പൊ ഫൈനലി കംപ്ലീറ്റ് ചെയ്യുന്നത് കസ്റ്റമറിന്റെ സ്ഥലത്ത് നിന്നാണ്. ഡ്യൂറേഷൻ ഇത് ഷോർട്ട് ടേം ആണ്, ഇത് ലോങ് ടേം പ്രൊജക്റ്റ് ആണ്. കോസ്റ്റ് അക്യുമുലേഷൻ, കോസ്റ്റ് എങ്ങനെ ഓരോ ജോബിലേക്കുമാണ് നമ്മൾ കോസ്റ്റ് എന്ത് ചെയ്യുക, അക്യുമുലേറ്റ് ചെയ്ത് ടോട്ടൽ ചെയ്യുക. എന്നാൽ ഇവിടെ ഓരോ കോൺട്രാക്റ്റിലേക്കുമാണ് എന്ത് ചെയ്യുക, കോസ്റ്റ് സെപ്പറേറ്റ്ലി അക്യുമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി സൂപ്പർവിഷൻ, ഇവിടെ ക്ലോസ് ആൻഡ് ഡീറ്റെയിൽഡ് സൂപ്പർവിഷൻ പോസിബിൾ ആണ്. എന്നാൽ പിന്നെ ഒരു വലിയ കോൺട്രാക്ട് ആണെന്നുണ്ടെങ്കിൽ അവിടെ എപ്പോഴും ഫ്രീക്വന്റ് ആയിട്ട് ക്ലോസ് സൂപ്പർവിഷൻ ഉണ്ടാവില്ല. ഒരുപാട് ടൈം ഉള്ളതല്ലേ. അപ്പൊ ഇടക്കിടക്ക് നമുക്ക് നോക്കി അതിന് തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്താനും മറ്റുമൊക്കെ എന്ത് ചെയ്യും, ടൈം ഉണ്ട്. ഇത് ചെറിയ ഷോർട്ട് ഡ്യൂറേഷൻ ആണെങ്കിൽ അങ്ങനെ കഴിയൂല. അതുകൊണ്ട് തന്നെ ലെസ് ഫ്രീക്വന്റ് സൂപ്പർവിഷൻ ഡ്യൂ ടു സൈസ് ആൻഡ് സ്പ്രെഡ് ഓഫ് വർക്ക്. ഒരുപാട് വർക്കൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു ജോബ് കോസ്റ്റിങ്ങിനെ പോലെ അങ്ങനെ ക്ലോസ് സൂപ്പർവിഷൻ ഇല്ല എന്നുള്ളതാണ്. ക്ലയന്റ് ഇൻവോൾവ്മെന്റ് ലിമിറ്റഡ് ആണ്. ക്ലയന്റ് എന്ന് പറഞ്ഞാൽ കോൺട്രാക്ട്, പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അയാളെയാണ് നമ്മൾ ക്ലയന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ കോൺട്രാക്ടറും കോൺട്രാക്റ്റിംഗ് ആകുമ്പോൾ കോൺട്രാക്റ്റി ആണ് ക്ലയന്റ് എന്ന് പറയുന്നത്. ലിമിറ്റഡ് ക്ലയന്റ് ഇൻവോൾവ്മെന്റ് ഡ്യൂറിങ് ജോബ് എക്സിക്യൂഷൻ. ജോബ് എക്സിക്യൂഷനിൽ ക്ലയന്റിന്റെ ഇൻവോൾവ്മെന്റ് കമ്പാരിറ്റീവ്ലി കുറവാണ് എന്നാണ് പറയുന്നത്. എന്നാൽ അതേസമയം ഇവിടെ ഹൈ ഇൻവോൾവ്മെന്റ് ഉണ്ടാവും ക്ലയന്റിന്റെ. കാരണം എന്താണ്, വർക്ക് ഇൻ പ്രോഗ്രസ് സർട്ടിഫൈ ചെയ്യാനുണ്ട്, പിന്നെ നിലവിലുള്ള വർക്കൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ ഇടക്കിടക്ക് വരും. ഒരു വീട് ഉണ്ടാക്കുമ്പോൾ തീരെ തിരിഞ്ഞൊക്കെ ആയിരിക്കൂലല്ലോ, അത് നനക്കാനും പിടിക്കാനും അതിൽ ഇന്ന് ചെയ്തതിന്റെ വർക്ക് അങ്ങനെ ആയതായി നോക്കാനൊക്കെ എപ്പോഴും അയാൾ ഒരു ഇങ്ങനെ വീട് ഉണ്ടാക്കുന്ന ആൾ എപ്പോഴും പോയിക്കൊണ്ടിരിക്കും. ഇപ്പൊ എന്റെ വീട്ടിൽ ചെറിയൊരു കുളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നും ആ ചെയ്യുന്ന വർക്ക് എന്താണ് ഇങ്ങനെ പോയി നോക്കി അതിൽ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. സോ നോർമലി ഇത് കോൺട്രാക്ട് എന്നുള്ളതിലല്ല ഞാൻ പറയുന്നത്, നോർമൽ കേസാ പറയുന്നത്. വലിയ വർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് അധികം ക്ലോസ് ഇത് ചെയ്യും എന്നുള്ളതാണ്. വീടിന്റെ ഒക്കെ കേസിൽ നോക്കണ്ടു. അതാണ് പ്രോഫിറ്റ് റെക്കഗ്നീഷൻ. പ്രോഫിറ്റ് എന്താണ്, പ്രോഫിറ്റ് എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുക, ജോബ് കംപ്ലീറ്റ് ആയതിനെ ചെയ്യുള്ളൂ. കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് പ്രോഫിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. എന്നാൽ ഇത് പിന്നെ പ്രോഫിറ്റ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക പ്രോഗ്രസീവ്ലി. അതിന്റെ ആ പ്രോഗ്രസീവ്ലി ഓരോ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആസ് വർക്ക് ഈസ് സർട്ടിഫൈഡ്. വർക്ക് സർട്ടിഫൈ ചെയ്യുന്നതിനനുസരിച്ച് ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് നമ്മൾ പ്രോഫിറ്റ് എന്ത് ചെയ്യും, പ്രോഗ്രസീവ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. കുമുലേറ്റീവ് ആയിട്ട് ഇങ്ങനെ ചെയ്ത് പോകുന്നുള്ളതാണ്. എക്സാമ്പിൾസ് പ്രിന്റിങ്, ഫർണിച്ചർ മേക്കിംഗ്, റിപ്പയർ ഒക്കെയാണ്. ഇവിടെ ആണെങ്കിൽ റോഡ്, ബിൽഡിംഗ്, ബ്രിഡ്ജ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയാണ് ഉള്ളത് കേട്ടോ. അപ്പൊ ഇത് ഒരു സാധ്യതയുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ ആണ്. നമുക്ക് ചിലപ്പോൾ ഒക്കെ എക്സാമിന് ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ ക്വസ്റ്റ്യൻ ഒക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഒന്ന് നോക്കി വെക്കുക, മുമ്പ് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇൻകംപ്ലീറ്റ് കോൺട്രാക്ടിന്റെ പ്രോഫിറ്റ് എങ്ങനെ, ഇതാണ് നമുക്ക് പ്രോബ്ലം ചെയ്യാനുള്ളത്. പ്രോബ്ലം അതിനുശേഷം നമ്മൾ നേരെ പ്രോബ്ലത്തിലേക്കാണ് പോവുക. സെക്ഷൻ ഇതിലൊരു 2 or 3 പ്രോബ്ലം ഇതിലുണ്ട്. ഓക്കെ, അപ്പൊ ഇൻകംപ്ലീറ്റ് കോൺട്രാക്ടിന്റെ പ്രോഫിറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, നിങ്ങൾക്ക് നല്ല ധാരണ ഉണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇൻകംപ്ലീറ്റ് കോൺട്രാക്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നോഷണൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് ആ നോഷണൽ പ്രോഫിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുക. ഇതൊരു 5 മാർക്കിന് 5 മാർക്കിന് 2 തവണ ചോദിച്ചൊരു ചോദ്യമാണ്. എന്ന് മാത്രമല്ല ഒരു ചോദ്യത്തില് എസ്എ ക്വസ്റ്റ്യനിലും ഇതേ സാധനം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓഫ് ഇൻകംപ്ലീറ്റ് കോൺട്രാക്ട്. ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റിൽ എങ്ങനെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻ കോൺട്രാക്ട് കോസ്റ്റിംഗ്, വെൻ കോൺട്രാക്ട് നോട്ട് എറ്റ് കംപ്ലീറ്റ്, കോൺട്രാക്ട് ഇൻകംപ്ലീറ്റ് ആണെന്നുണ്ടെങ്കിൽ, ഇതുവരെ കംപ്ലീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ദ എൻറ്റയർ നോഷണൽ പ്രോഫിറ്റ് ഈസ് നോട്ട് ട്രാൻസ്ഫർ ടു ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. മുഴുവൻ നോഷണൽ പ്രോഫിറ്റ് എന്ത് ചെയ്യില്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യില്ല. ഇൻസ്റ്റെഡ്, അതിന് പകരം ഓൺലി എ റീസണബിൾ പോർഷൻ ഓഫ് പ്രോഫിറ്റ് റെക്കഗ്നൈസ്ഡ് ഡിപ്പെൻഡിങ് ഓൺ ദ സ്റ്റേജ് ഓഫ് കംപ്ലീഷൻ ആൻഡ് ക്യാഷ് റിസീവ്ഡ്. ക്യാഷ് റിസീവ്ഡും അതുപോലെ തന്നെ സ്റ്റേജ് ഓഫ് കംപ്ലീഷന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇത് ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റിൽ എങ്ങനെയാണ് പ്രോഫിറ്റ് റെക്കഗ്നൈസ് ചെയ്യുക എന്ന് മനസ്സിലാക്കാനാണ്. അടുത്ത പ്രോബ്ലം ചെയ്യണമെങ്കിലും നമുക്ക് ഇത് എന്ത് ചെയ്യേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് ഓർക്കുക. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ, എല്ലാവരും ഉണ്ടല്ലോ, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ.
അപ്പോൾ നമ്മുടെ പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റിൽ എങ്ങനെ പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ പ്രോഫിറ്റ് എത്ര ട്രാൻസ്ഫർ ചെയ്യണം നോക്കാം. ആദ്യം നമ്മൾ എങ്ങനെയാണ് പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ മനസ്സിലാക്കുക എന്നുള്ളത് ആദ്യം നോക്കാം. ഉദാഹരണത്തിന് ഒരു കോൺട്രാക്റ്റിന്റെ കോൺട്രാക്ട് പ്രൈസ് എത്ര രൂപയാണ്? കോൺട്രാക്ട് പ്രൈസ് 10 ലക്ഷം രൂപയാണ്. കോൺട്രാക്ട് പ്രൈസ് എത്രയാണ്? 10 ലക്ഷം രൂപയാണ്. ഇതില് നമ്മൾ ഇതുവരെ ചെയ്ത വർക്ക്, അതായത് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ അതിൽ വർക്ക് ഇൻ പ്രോഗ്രസിൽ 2 കാര്യം വരും. ഒന്ന് വർക്ക് സർട്ടിഫൈഡ് ആണ്, അതൊരു 7 ലക്ഷം രൂപ ഉണ്ട്. അതുപോലെ തന്നെ വർക്ക് അൺസർട്ടിഫൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 80,000 രൂപയുണ്ട്. നമുക്ക് പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ എത്ര പെർസെൻറ്റേജ് കംപ്ലീറ്റ് ആയി എങ്ങനെ നോക്കാന്നറിയോ? ഇത്രയേ ഉള്ളൂ. നമ്മൾ എത്ര വർക്ക് സർട്ടിഫൈ ചെയ്തത്, ആ വർക്ക് സർട്ടിഫൈഡ് ഡിവൈഡഡ് ബൈ കോൺട്രാക്ട് പ്രൈസ് ഇൻറ്റു 100 ചെയ്താൽ മതി. ഇവിടെ വർക്ക് സർട്ടിഫൈഡ് 7 ലക്ഷമാണ്. 7 ലക്ഷം ഡിവൈഡഡ് ബൈ 10 lakh ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? 70% കംപ്ലീറ്റ് ആയി എന്ന് മനസ്സിലാക്കാൻ പറ്റും. 70% കംപ്ലീറ്റ് ആയി. മറ്റൊരു എക്സാമ്പിൾ എടുക്കുക. ഈ പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ അറിഞ്ഞാൽ മാത്രമേ ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റിൽ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഞാൻ പറയുന്ന ഇതിന്റെ ഒരു പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ അടുത്തതിൽ ഞാൻ കണ്ടന്റ് ചെയ്തു. അപ്പൊ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് എഴുതിയാൽ മതി എത്രയാണെന്നുള്ളത്. വീണ്ടും എഴുതുന്നു. കോൺട്രാക്ട് പ്രൈസ് 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപ. വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ 2 ഡാറ്റ വരും. എന്തൊക്കെയാണ്? വർക്ക് സർട്ടിഫൈഡ് 2 ലക്ഷം. ഓക്കെ. വർക്ക് അൺസർട്ടിഫൈഡ് എത്ര ഉണ്ട്? 50,000 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ എത്രയാണ്? പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ എത്രയാണ്? ഒന്ന് പറയാൻ പറ്റുമോ? ഞാനൊരു പോൾ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആൻസർ എന്ത് ചെയ്യാം, അതിൽ ചെയ്യാവുന്നതുമാണ്. യെസ്. പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ എങ്ങനെ കാണുക? പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം. എത്ര? വർക്ക് സർട്ടിഫൈഡ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. 2 ലക്ഷം ഡിവൈഡഡ് ബൈ കോൺട്രാക്ട് പ്രൈസ് 5 ലക്ഷം ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? 40%. ഈ പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യണോ റെക്കഗ്നൈസ് ചെയ്യണോ എന്നൊക്കെ നോക്കുക. അപ്പൊ നോക്കുക എങ്ങനെ. പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ 25% താഴെയാണെങ്കിൽ ഒരു പ്രോഫിറ്റും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യൂല. നോഷണൽ പ്രോഫിറ്റ് നമ്മളത് പ്രോഫിറ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യൂല. നോഷണൽ പ്രോഫിറ്റ് കാരണം എന്താ? അതിന്റെ ഒരു ചെറിയ പോർഷൻ മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ്. 25 മുതൽ 50% വരെയാണെങ്കിൽ നമ്മൾ നോക്കുക 1/3 ഇൻറ്റു നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ഡിവൈഡ് ബൈ വർക്ക് സർട്ടിഫൈഡ് ചെയ്യണം. പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ 25%-ന്റെയും 50%-ന്റെയും ഇടയിലാണെങ്കിൽ 1/3 ഇൻറ്റു നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ഡിവൈഡ് ബൈ വർക്ക് സർട്ടിഫൈഡ് ചെയ്യണം. 50%-ന്റെയും 90%-ന്റെയും ഇടയിൽ. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് 90 എന്ന് പറഞ്ഞിട്ടില്ല, നിയറസ്റ്റ് ടു കംപ്ലീഷൻ എന്നാ പറഞ്ഞത്. പക്ഷേ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 90% എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ 50 മുതൽ 90% അല്ലെങ്കിൽ നിയറസ്റ്റ് ടു കംപ്ലീഷൻ വരെ, അപ് ടു നിയറസ്റ്റ് ടു കംപ്ലീഷൻ 50 to 90 ആണെങ്കിൽ ഇതേ ഇക്വേഷൻ തന്നെയാണ്. പക്ഷെ അവിടെ
1/3 എന്നുള്ളത് എന്തായി മാറി? 2/3 എന്നായി മാറി. 2/3 ഇൻറ്റു നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ഡിവൈഡ് ബൈ വർക്ക് സർട്ടിഫൈഡ് എന്നായി. ഓക്കെ, ഇനി നിയറസ്റ്റ് ടു കംപ്ലീഷൻ ആണ് എന്നുണ്ടെങ്കിൽ, അതായത് എബോവ് 90% ആണെങ്കിൽ 3-4 ഇക്വേഷൻസ് നമുക്കുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ വർക്ക് ചെയ്യുക എന്നുള്ളതാ. എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ഡിവൈഡ് ബൈ കോൺട്രാക്ട് പ്രൈസ്. എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ്, നോഷണൽ പ്രോഫിറ്റ് അല്ല കേട്ടോ വരുന്നത്, എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ആണ്. ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ സെപ്പറേറ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ചെയ്തിട്ടുണ്ട് നമ്മുടെ വീഡിയോയില്. എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ഇൻറ്റു വർക്ക് സർട്ടിഫൈഡ് ഡിവൈഡ് ബൈ കോൺട്രാക്ട് പ്രൈസ്, എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ഡിവൈഡ് ബൈ വർക്ക് സർട്ടിഫൈഡ്. 4ാമത്തെ ഇക്വേഷൻ നോക്കൂ, എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ഇൻറ്റു കോസ്റ്റ് ഓഫ് വർക്ക് ടു ഡേറ്റ് ഡിവൈഡ് ബൈ എസ്റ്റിമേറ്റഡ് ടോട്ടൽ കോസ്റ്റ് ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ഡിവൈഡ് ബൈ വർക്ക് സർട്ടിഫൈഡ്. ഇങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള ഒരുപാട് ഇക്വേഷൻസ് ആണ്. നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു 2/3 ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ഡിവൈഡ് ബൈ വർക്ക് സർട്ടിഫൈഡ്. ഇങ്ങനെ വ്യത്യസ്ത രീതിയിൽ ഒരു ഇക്വേഷനും കൂടെ ഉണ്ട് ശരിക്കും ഇതിൽ. അങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള ഒരുപാട് ഇക്വേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ഇതും സജസ്റ്റഡ് ആൻസറിൽ തന്ന ആൻസർ ആയതുകൊണ്ടാണ്. ഇതിൽ ശരിക്കും ഒരു ഇക്വേഷനും കൂടെ ഉണ്ട്. എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ഇൻറ്റു ഈ ഭാഗം മാത്രം വരുന്ന, ഇത്ര മാത്രം വരുന്ന ഒരു ഇക്വേഷനും കൂടെ ഉണ്ട് അല്ലെ? നമ്മൾ പഠിച്ചു കൊടുത്ത അങ്ങനെ ഒരു ഇക്വേഷനും കൂടെ ഉണ്ടായിരുന്നില്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റിൽ എന്ത് ചെയ്യുക, പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് മനസ്സിലാക്കി വെക്കുക. നമുക്ക് നമ്മുടെ ഒരു പ്രോബ്ലത്തിലേക്ക് പോവുകയാണ്. ഇന്ന് നല്ലോണം വർക്ക്ഔട്ട് ചെയ്യുക. എല്ലാ ദിവസവും ഇനി നമ്മൾ എന്ത് ചെയ്യും, ഇന്ന് 6-ാം തീയതി അല്ലേ, 7-8 മാക്സിമം വലിയ ചാപ്റ്റേഴ്സ് കേട്ടോ. പ്രോസസ് കോസ്റ്റിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്താ അവസ്ഥ ഒന്ന് പറഞ്ഞേ. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് വീഡിയോ ഒക്കെ കണ്ടിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിന്റെ അവസ്ഥ ഒന്ന് കമന്റ് ചെയ്യും. അപ്പോൾ ഒന്ന് ചെയ്തിട്ടാൽ മതി. നമ്മൾ ഇന്ന് കോൺട്രാക്ട് തീർക്കും, നാളെ ഇൻഷാല്ലാ പ്രോസസ് കോസ്റ്റിംഗ് ചെയ്യണം. പ്രോസസ് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാൻഡേർഡിലേക്ക് പോകും. ഇതാണ് ഞാൻ കോർ ഏരിയ ആയിട്ട് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ കേട്ടോ. കഴിഞ്ഞ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിന്റെ പോലെ ആവാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഏരിയയിൽ നിങ്ങൾക്ക് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ അനുസരിച്ച് ഒരു 40 to 50 മാർക്കിന് വരാൻ സാധ്യത ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു എക്സ്പെക്ടേഷൻ മാത്രമാണ്. ഓക്കെ, എല്ലാം കഴിഞ്ഞിട്ട് എന്താണ് ചങ്ങായി ചോദിക്കരുത്. ഇങ്ങനെയൊക്കെയാണ് സാധാരണ കാണാറുള്ളത്. ഓക്കെ, സെക്ഷൻ സി ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വോയിസ് ഒക്കെ ക്ലിയർ അല്ലേ? കേൾക്കുന്നുണ്ടോ? 10 മാർക്കിന്റെ ചോദ്യം, എസ്എ ക്വസ്റ്റ്യന്റെ ഏരിയയിലേക്കാണ് പോകുന്നത്. ഒന്ന് കമന്റ് ചെയ്യ്. എന്തോ കണക്ഷൻ ഒക്കെ പോയോ? ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. ഓക്കെ. ക്വസ്റ്റ്യൻ നോക്കാം. വളരെ ചെറിയ ക്വസ്റ്റ്യൻ ആണ്, 10 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. മിസ്റ്റർ ഭരത് അണ്ടർടുക്ക് എ കോൺട്രാക്ട് നമ്പർ 501. അത് കോൺട്രാക്ടിന്റെ ഒരു പേര് കൊടുത്തതാ. ഫോർ ₹5 lakh. എത്ര ലക്ഷത്തിനാണ് കോൺട്രാക്ട് എടുത്തത്? 5 ലക്ഷത്തിനാണ്. ഓൺ 1 ജൂലൈ 2019. ജൂലൈ 2019 ശ്രദ്ധിക്കുക, ജൂലൈ ആണ്. ഓൺ 31 March 2020 when accounts were closed the following information was available. അതായത് ജൂലൈയിലാണ് കോൺട്രാക്ട് തുടങ്ങിയത്. മാർച്ച് 2020 മാർച്ച് വരെയുള്ള ഡേറ്റ് നല്ലോണം ശ്രദ്ധിക്കണം. ഡിപ്രീസിയേഷൻ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം ഈ ഡേറ്റുകൾക്ക് പ്രാധാന്യമുണ്ട്. 12 മാസം ഉണ്ടാവില്ല, അത് മനസ്സിലാക്കി വെക്കുക. ജൂലൈ മുതൽ മാർച്ച് വരെയുള്ള ഡാറ്റയാണ് തന്നിട്ടുള്ളത്. അപ്പോ മെറ്റീരിയൽ ഇഷ്യൂഡ് ടു സൈറ്റ്, ഡയറക്റ്റ് എക്സ്പെൻസ്, സൈറ്റ് ഓഫീസ് കോസ്റ്റ്, പ്ലാന്റ്, ഡയറക്റ്റ് എക്സ്പെൻസ് അറ്റ് ദ എൻഡ്. ഡയറക്റ്റ് എക്സ്പെൻസ് അറ്റ് എൻഡ് എന്ന് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഔട്ട്സ്റ്റാൻഡിങ് ആണ് കേട്ടോ. കൊടുക്കാൻ ബാക്കിയുള്ളതാണ് ഈ പറയുന്നത്, ഔട്ട്സ്റ്റാൻഡിങ് ആണ്. കോസ്റ്റ് ഓഫ് വർക്ക് അൺസർട്ടിഫൈഡ് 20,000. വേജസ് പെയ്ഡ്, ജനറൽ ഓവർഹെഡ് വേജസിന്റെ 25%. ഓക്കെ, പിന്നെ കോസ്റ്റ് ഓഫ് സബ് കോൺട്രാക്ടിന്റെ കോസ്റ്റ് 15,000. വേജസ് അക്രൂഡ് അറ്റ് എൻഡ്, വേജസ് അറ്റ് എൻഡ് 2,000 അല്ലെ. ഔട്ട്സ്റ്റാൻഡിങ് വേജസ് ഉണ്ടെങ്കിൽ ഇതൊന്നും നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഔട്ട്സ്റ്റാൻഡിങ് ഒന്നും ഇട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഒരു ക്വസ്റ്റ്യൻ ഇട്ടുണ്ട് തോന്നുന്നില്ലേ, നമ്മുടെ പ്രാക്ടീസിന്റെ ഏരിയയിൽ ക്ലാസ്സിൽ ചെയ്തപ്പോൾ ചെയ്തിട്ടുണ്ടാവും. ഏതായാലും നോക്കാം. പിന്നെ
മെറ്റീരിയൽ അറ്റ് സൈറ്റ് അറ്റ് ദ എൻഡ്, ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. നമ്മൾ ഒരു കാര്യം നല്ലോണം ശ്രദ്ധിക്കുക, കോസ്റ്റ് മുഴുവൻ ഡെബിറ്റ് സൈഡിൽ വരണം. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. നോക്കുക, നമുക്ക് അതുപോലെ കോൺട്രാക്ട് പ്രൈസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് കേട്ടോ, 5 ലക്ഷം. ക്യാഷ് റിസീവ് ചെയ്തത് 2 ലക്ഷമാണ്. ബീയിങ് 80% ഓഫ് വർക്ക് സർട്ടിഫൈഡ്. വർക്ക് സർട്ടിഫൈഡിന്റെ 80% ആണ് എന്നും പറഞ്ഞു. വർക്ക് സർട്ടിഫൈഡിന്റെ 80% ആണ് നമുക്ക് ക്യാഷ് റിസീവ് ചെയ്തത്. നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ, എത്രയാണ് വർക്ക് സർട്ടിഫൈഡ്, എത്രയാണെന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? വർക്ക് സർട്ടിഫൈഡ് എത്രയാണ് എന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? വർക്ക് സർട്ടിഫൈഡ് 2 ലക്ഷം രൂപ കിട്ടി, അത് ക്യാഷ് റിസീവ് ചെയ്താണ് 2 ലക്ഷം. ഇത് വർക്ക് സർട്ടിഫൈഡിന്റെ 80% ആണ്. അങ്ങനെങ്കിൽ വർക്ക് സർട്ടിഫൈഡ് എത്രയെന്ന് ഒന്ന് പെട്ടെന്നൊന്ന് കമന്റ് ചെയ്യും. ഓക്കെ, 2,50,000. എങ്ങനെയത് കിട്ടിയത്? ഒന്നുമില്ല, 2 ലക്ഷമാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, വന്നിട്ടുള്ളത്. അത് ക്യാഷ് റിസീവ് ചെയ്തത് 80%. അപ്പൊ ഇൻറ്റു 100 ഡിവൈഡ് ബൈ 80 ചെയ്ത ഈ ആൻസർ എന്ത് ചെയ്യും, വരും 2,50,000. ബാക്കി ഇനി ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. മെറ്റീരിയൽ ഇഷ്യൂഡ് അറ്റ് സൈറ്റ്, സൈറ്റിലേക്ക് ഇഷ്യൂ ചെയ്ത് 5,55,000, അത് അതുപോലെ കൊടുത്തു. വേജസ് പെയ്ഡ് ആണ് അടുത്തത് എടുത്തിട്ടുള്ളത്. ഇതിവിടെ വേജസ് ഇതാ 18,000. ഈ 18,000 അതേ സമയം വേജസ് അക്രൂഡ് 2,000 ഉണ്ട്. അതായത് ഔട്ട്സ്റ്റാൻഡിങ് വേജസ്, കൊടുക്കാൻ ബാലൻസ് ഉള്ള വേജസ് ആയാലും അതെന്ത് തന്നെയാണ്, നമ്മുടെ ഈ വർഷത്തെ എക്സ്പെൻസ് ആണ്. അപ്പൊ 18,000 പ്ലസ് 2,000, ഈ വർഷത്തെ ടോട്ടൽ എക്സ്പെൻസ് എത്ര? 20,000. അതാണ് വേജസ് പെയ്ഡ് 18,000, ഔട്ട്സ്റ്റാൻഡിങ് 2,000, അങ്ങനെ 20,000 ഇട്ടു. വേജസ് എങ്ങനെ ചെയ്തതെന്ന് മനസ്സിലാക്കുക. വേജസ് പെയ്ഡ് ക്വസ്റ്റ്യനിൽ തന്ന 18 പ്ലസ് വേജസ് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് എൻഡ് എത്ര ഉണ്ട്? 2,000. രണ്ടും കൂടെ ചേർത്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ 20,000 വന്നിട്ടുള്ളത്. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നോക്കട്ടോ. വേജസ് പെയ്ഡ് എത്രയാണ്? 18. അപ്പൊ ഈ ഡാറ്റ നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേജസ് അക്രൂഡ് അറ്റ് എൻഡ് എന്ന് പറഞ്ഞാൽ വേജസ് ഔട്ട്സ്റ്റാൻഡിങ് ആണ്. ഇത് രണ്ടും കൂടെ ചേർക്കുമ്പോൾ 20,000 ആയി. വേജസ് അപ്പൊ എത്രയായി? 20,000 ആയി മാറി. ഇനി നോക്കുക, അടുത്തത് ഡയറക്റ്റ് എക്സ്പെൻസ്. ഡയറക്റ്റ് എക്സ്പെൻസ് എത്ര? 6,000 ഉണ്ട്. എന്നാൽ ഡയറക്റ്റ് എക്സ്പെൻസ് പെയ്ഡ് അറ്റ് എൻഡ്, ഇതിൽ പേ ചെയ്തത് എന്താണ്? പേ ചെയ്തിട്ടുണ്ട് അറ്റ് ദ എൻഡിൽ പേ ചെയ്തതാണ്, ഔട്ട്സ്റ്റാൻഡിങ് അല്ല. ഡയറക്റ്റ് എക്സ്പെൻസ് പെയ്ഡ് അറ്റ് എൻഡ് എന്ന് പറഞ്ഞാൽ അവസാനത്തിൽ പേ ചെയ്തു എന്ന് പറഞ്ഞാൽ ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് അഡ്വാൻസ് ആണ്. അഡ്വാൻസ് അല്ലെങ്കിൽ പ്രീപെയ്ഡ് ആണ്. വർഷത്തിന്റെ അവസാനം നമ്മൾ 1,000 രൂപ കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് നമ്മൾ അഡ്വാൻസ് കൊടുത്തതാണ്. അഡ്വാൻസ് കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് അടുത്ത വർഷത്തേക്കുള്ള കോസ്റ്റ് അല്ലേ അഡ്വാൻസ് കൊടുക്കുന്നത്. അപ്പൊ അത് ഈ വർഷത്തെ എമൗണ്ടിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ഡയറക്റ്റ് എക്സ്പെൻസ് 6,000 ഉണ്ട്. അതിൽ നിന്നും അഡ്വാൻസ് ആയിട്ടുള്ള 1,000 രൂപ കുറച്ചാൽ ഡയറക്റ്റ് എക്സ്പെൻസ് നമുക്ക് എത്രേ വരുള്ളൂ? 5,000 വരുള്ളൂ. ഒന്നും കൂടെ മനസ്സിലാക്കി വെക്കുക, ഒന്നും കൂടെ ശ്രദ്ധിക്കുക. എന്താ പറഞ്ഞത് നോക്കുക. ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എക്സ്പെൻസ് എത്രയുള്ളത്? 6,000 ആണുള്ളത്. ഇതില് ഡയറക്റ്റ് എക്സ്പെൻസ് പെയ്ഡ് അറ്റ് എൻഡ് എന്ന് പറഞ്ഞാൽ കൊടുത്തതാണ്, ഔട്ട്സ്റ്റാൻഡിങ് എന്നല്ല. അക്രൂഡ് എന്ന വേർഡല്ല ഉപയോഗിച്ചേ, പെയ്ഡ് അറ്റ് എൻഡ്. അപ്പൊ ഈ അറ്റ് എൻഡിൽ പേ ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് അഡ്വാൻസ് കൊടുത്തതാണ്. അഡ്വാൻസ് കൊടുത്താൽ അത് ഈ വർഷത്തതല്ല. അതുകൊണ്ട് തന്നെ പേ ചെയ്തത് 6,000 ഉണ്ടെങ്കിൽ ഈ 6,000 നിന്ന് 1,000 രൂപ കുറച്ചിട്ട് ബാക്കി 5,000 നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? പേ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഈ വർഷത്തെ എക്സ്പെൻസ് ആയി കാണിക്കാൻ പാടുള്ളൂ. അതാണ് ഡയറക്റ്റ് എക്സ്പെൻസ് ലെസ് പ്രീപെയ്ഡ് എന്ന് പറഞ്ഞിട്ട് 5,000 കൊടുത്തിട്ടുള്ളത്. ഓക്കെ ആണോ അല്ലേ എന്നൊന്ന് കമന്റ് ചെയ്യാം. ഡയറക്റ്റ് എക്സ്പെൻസിന്റെ കാര്യം പറഞ്ഞത് ഓക്കെ ആണോ അല്ലേ എന്നൊന്ന് കമന്റ് ചെയ്യാം. 6,000 ഉണ്ട്, അത് എൻഡിൽ കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ അത് അഡ്വാൻസ് ആയിട്ടാണ് പരിഗണിച്ചത്. അഡ്വാൻസ് കൊടുത്താൽ അത് ഈ വർഷത്തെ എമൗണ്ട് അല്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇനി അടുത്തത് നോക്കാം. അടുത്തത് എന്താ പറഞ്ഞത്? ജനറൽ ഓവർഹെഡ് പറഞ്ഞിട്ടുണ്ട്. വേജസിന്റെ 25% ജനറൽ ഓവർഹെഡ്. അപ്പൊ ജനറൽ ഓവർഹെഡ് വേജസ് എത്ര? വേജസ് നമ്മൾ നേരത്തെ കണ്ടു 20 ആണ്. നേരെ എടുത്തിട്ട് 18,000ന്റെ 25% എടുക്കരുത്. 18 പ്ലസ് 2,000 ചേർത്തിട്ട് 20,000 നമ്മൾ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. ആ 20,000ന്റെ 25%, 20,000ന്റെ 25% എത്ര വരിക?
20,000ന്റെ 25% എത്ര വരിക? 20,000 ഇൻറ്റു 25 ഹരിക്കണം 100. അപ്പൊ ഇത് ഇങ്ങനെ വെട്ടി 200 ഇൻറ്റു 25 ചെയ്താൽ മതി. 5,000 രൂപ വരും. 5,000 ജനറൽ ഓവർഹെഡ് 20 കിട്ടിയത് എങ്ങനെ നോക്കുക. 20,000 ആണ് വേജസിന്റെ 25% ഇൻറ്റു 25 ഹരിക്കണം 100. അതല്ല ഇങ്ങനെയും ചെയ്യാം. ഇങ്ങനെ വെട്ടിയിട്ട് 1/4 ആക്കുക. 20,000 ഹരിക്കണം 4 എന്ന് ചെയ്താലും ഈ 5,000 കിട്ടും. ഓക്കെ ആണെന്ന് വിശ്വസിക്കും. ഇനി അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമ്മൾ സംബന്ധിച്ചിടത്തോളം സൈറ്റ് ഓഫീസ് കോസ്റ്റ് എത്ര? 10,000. അതും ഇതേപോലെ സൈറ്റ് ഓഫീസ് കോസ്റ്റ് 10,000 എന്ന് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം സബ് കോൺട്രാക്ടിന്റെ കോസ്റ്റ് 15,000. അതും ഇതേപോലെ കോസ്റ്റ് ആണ് ഡെബിറ്റ് സൈഡിൽ എഴുതി കൊടുക്കുക, സബ് കോൺട്രാക്ടിന്റെ കോസ്റ്റ്. അത് കഴിഞ്ഞതിന് ശേഷം അടുത്തത് എന്താണ്? പ്ലാന്റ് എത്ര ഉള്ളത്? 2 ലക്ഷമാണ്. അപ്പൊ പ്ലാന്റ് 2 ലക്ഷം അതുപോലെ തന്നെ എഴുതുക. ഇത്രയും കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഇനി നമ്മൾ നോക്കുക, നമുക്കുള്ള കുറച്ച് ഡാറ്റ. ഇനി എടുക്കാത്ത ഡാറ്റ എന്തേ ഉള്ളൂ? മെറ്റീരിയൽ അറ്റ് എൻഡ് ഉണ്ട്, അതുപോലെ തന്നെ വർക്ക് അൺസർട്ടിഫൈഡ് ഉണ്ട്, നമ്മൾ കണ്ടെത്തിയ വർക്ക് സർട്ടിഫൈഡ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതണം. ആദ്യം നമ്മൾ എന്താ എഴുതുക? വർക്ക് ഇൻ പ്രോഗ്രസിന്റെ ഉള്ളിലുള്ള ഡാറ്റ എഴുതണം അല്ലെ. വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ വർക്ക് സർട്ടിഫൈഡും വർക്ക് അൺസർട്ടിഫൈഡും എഴുതണം. വർക്ക് സർട്ടിഫൈഡ് നമ്മൾ കണ്ടെത്തി 2,50,000 ആണെന്ന്. എങ്ങനെ കണ്ടെത്തിയേ? 2 ലക്ഷം ഇൻറ്റു 100 ഡിവൈഡ് ബൈ 80 ചെയ്തിട്ടാണ് നമുക്ക് വർക്ക് സർട്ടിഫൈഡ് 2,50,000 വന്നത്. വർക്ക് അൺസർട്ടിഫൈഡ് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് 20,000. ടോട്ടൽ 2,70,000 വന്നിട്ടുണ്ട്. ഇനി മെറ്റീരിയൽ അറ്റ് എൻഡ് എത്ര? 5,000 ഉണ്ട്. മെറ്റീരിയൽ സൈറ്റ് അറ്റ് എൻഡ് 5,000 ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്തു? കൊടുത്തു. ഇനി പ്ലാന്റിന്റെ കാര്യം നോക്കുക. പ്ലാന്റ് എന്ന് പറയുമ്പം 2 ലക്ഷം രൂപയുടെ പ്ലാന്റ് ആണ് ഉള്ളത്. 2 ലക്ഷം രൂപയുടെ പ്ലാന്റ് ആണ് ഉള്ളത്. നോക്കുക, 2 ലക്ഷം. ഡിപ്രീസിയേഷൻ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങള്. 2 ലക്ഷം രൂപയുടെ പ്ലാന്റ് ആണ്. ഈ പ്ലാന്റ് അറ്റ് എൻഡ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? ഡിപ്രീസിയേഷൻ കുറഞ്ഞ വാല്യൂ വരണ്ടേ? ഡിപ്രീസിയേഷൻ ക്വസ്റ്റ്യൻ എത്ര പറഞ്ഞത്? ഡിപ്രീസിയേഷൻ ഒരു വർഷത്തേക്ക് 10% എടുക്കാനാ പറഞ്ഞിട്ടുള്ളത്. അപ്പോ 2 ലക്ഷം രൂപയാണ് നമ്മുടെ പ്ലാന്റ്. അതിന്റെ ഡിപ്രീസിയേഷൻ 10% വെച്ചിട്ട് ചെയ്യുമ്പോൾ എത്ര രൂപയായിരിക്കും എന്നൊന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? നോക്കുക, 2 ലക്ഷം ഇൻറ്റു 10/100 എന്ന് ചെയ്ത് നിർത്തരുത്. കാരണം നമ്മൾ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്. ജൂലൈയിലാണ് ഇത് എന്ത് ചെയ്തത്? സൈറ്റ് സ്റ്റാർട്ട് ചെയ്തത്. മാർച്ച് വരെയുള്ള ടൈം എടുക്കുക. ജൂലൈ മുതൽ അങ്ങോട്ട് എടുക്കുക. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 9 മാസത്തെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ 9/12 ചെയ്യാം. ഇങ്ങനെ വരുമ്പോ 15,000 ആണ് ആൻസർ വരിക. 15,000. ഓക്കെ ആണോ? 15,000 കിട്ടിയത് എങ്ങനെ മനസ്സിലായോടോ? കമന്റ് ചെയ്യണേ. അപ്പോ നമ്മൾ എന്ത് ചെയ്തു? 2 ലക്ഷത്തിൽ നിന്ന് 15,000 കുറച്ചിട്ട് 1,80,000 എടുത്തു. ഇനി നമ്മുടെ ആൻസറിലേക്ക് വരുമ്പോൾ നോക്കുക, നമ്മൾ ക്രെഡിറ്റ് സൈഡ് മുഴുവൻ ടോട്ടൽ ചെയ്യുമ്പം 4,60,000 വരും. അതിന്ന് ഇതുവരെയുള്ള എല്ലാ എക്സ്പെൻസും കുറക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് നോഷണൽ പ്രോഫിറ്റ് കിട്ടും. എത്ര നോഷണൽ പ്രോഫിറ്റ്? 1,50,000 എന്ന് പറഞ്ഞിട്ടുള്ള എമൗണ്ട് നമുക്ക് നോഷണൽ പ്രോഫിറ്റ് വരും. എങ്ങനെ അത് നോഷണൽ പ്രോഫിറ്റ് കിട്ടി? 4,60,000 നിന്ന് ഇതുവരെയുള്ള മുഴുവൻ എമൗണ്ടും കുറച്ചു. ഈ നോഷണൽ പ്രോഫിറ്റിനെ നമ്മൾ ക്രെഡിറ്റ് സൈഡിലേക്ക് മാറ്റി വെക്കുക. അതവിടെ കഴിഞ്ഞാൽ ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് എത്ര ട്രാൻസ്ഫർ ചെയ്യണം എന്ന് ചോദിച്ചാൽ അത് പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷന്റെ അടിസ്ഥാനത്തിലാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ കാണണം. പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ
എത്ര പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യോ? എത്ര പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ നോക്കൂ. ഈ ക്വസ്റ്റ്യന് നിങ്ങൾ വിചാരിച്ച ഡാറ്റകളൊക്കെ എടുത്തിട്ടൊന്ന് നോക്കൂ. കോൺട്രാക്ട് പ്രൈസ് ഉണ്ട്, വർക്ക് ഇൻ പ്രോഗ്രസ് ഒക്കെ ഉണ്ട്. കോൺട്രാക്ട് പ്രൈസ് എത്ര? 5 ലക്ഷം രൂപയാണ്. അപ്പൊ പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ എത്ര ആയിരിക്കും? വർക്ക് സർട്ടിഫൈഡ് എത്ര? 2.5 ലക്ഷമാണ്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തു വരുമ്പം പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 50%. 50%. 50%. ഓക്കെ. ഈ 50% കിട്ടിക്കഴിഞ്ഞാൽ പ്രോഫിറ്റ് എത്ര ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. 50% മുതൽ 90% വരെ ചെയ്യാനുള്ളത് എന്താണ്? 2/3 ഇൻറ്റു നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ഡിവൈഡ് ബൈ വർക്ക് സർട്ടിഫൈഡ് എന്നാണ്. 2/3 ഇൻറ്റു നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ഡിവൈഡ് ബൈ വർക്ക് സർട്ടിഫൈഡ്. 2/3 അങ്ങനെ തന്നെ എഴുതാം. നോഷണൽ പ്രോഫിറ്റ് 1,50,000 എന്ന് എഴുതാം. ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് എത്രയാണ്? 2 ലക്ഷം ഡിവൈഡ് ബൈ വർക്ക് സർട്ടിഫൈഡ് 2,50,000. ഇതിന് പകരം 80/100 എന്ന് എഴുതിയാലും ഓക്കെയാണ്, 80% ആയതുകൊണ്ട്. ഇങ്ങനെ വരുമ്പം ഈ എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എന്ന് കിട്ടും. ഇതാണ് ഇക്വേഷൻ. 80,000 ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ 1,50,000 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റേണ്ടത് 80,000 ആണ്. ബാക്കി 70,000 വർക്ക് ഇൻ പ്രോഗ്രസിലേക്ക് മാറ്റുക, അക്കൗണ്ട് ക്ലോസ് ചെയ്യുക. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അല്ലേ? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്ന് പറയാം. 80,000 നമ്മൾ ഇങ്ങോട്ട് എടുത്തു, നോഷണൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റിയതാണ്. ഒന്ന് കമന്റ് ചെയ്യും പെട്ടെന്ന്, ഓക്കെ ആണോ അല്ലേ എന്നുള്ളത്. അല്ലെങ്കിൽ ഇതിന്റെ നിങ്ങൾ ഓൾറെഡി ഈ ക്ലാസ്സുകളൊക്കെ കേട്ടതാവും ഞാൻ വിശ്വസിക്കുന്നത്. ഈ ക്വസ്റ്റ്യനിൽ അഡീഷണലി വന്ന ഔട്ട്സ്റ്റാൻഡിങ്ങും പ്രീപെയ്ഡും വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ സെയിം ആണ്. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണേ. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ ഏരിയ ഒന്ന് പറഞ്ഞാൽ നമുക്കൊന്നും കൂടെ ഡിസ്കസ് ചെയ്യാം. 1,50,000 ആയിരുന്നു നോഷണൽ പ്രോഫിറ്റ്. പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ എന്ന് പറയുന്നത് 50% ആണ്. അപ്പൊ 50% ആണെങ്കിൽ ഈ ഇക്വേഷൻ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണം. 2/3 ഇൻറ്റു നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ഡിവൈഡ് ബൈ വർക്ക് സർട്ടിഫൈഡ്. അങ്ങനെ കിട്ടിയതാണ്. ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതുപോലത്തെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാനുള്ള ഇതേപോലെ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. സെയിം, വേറെ കൺസെപ്റ്റ് ഒന്നുമില്ല, സെയിം സാധനം തന്നെയാണ്. നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഒരു ക്വസ്റ്റ്യനും കൂടെ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം. അതിന് മുന്നോടിയായിട്ട് ഞാൻ ഒരു എസ് ക്വസ്റ്റ്യൻ്റെ ഒന്ന് വായിക്കാനാണ്. അത് നോക്കിയാൽ മതി കേട്ടോ. ഡിഫൈൻ കോൺട്രാക്ട് കോസ്റ്റിംഗ് ഡിഫൈൻ ചെയ്യാൻ, പിന്നെ അതിന്റെ ഫീച്ചേഴ്സ് പറയാൻ, എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്. അതേപോലെ തന്നെ ഹൗ ദ പ്രോഫിറ്റ് എന്ത് ചെയ്യാൻ, കോൺട്രാക്റ്റിൽ എങ്ങനെയാണ് പ്രോഫിറ്റ് അസർട്ടൈൻ ചെയ്യുക എന്നുള്ളതും. ഈ 3 ചോദ്യം ഒന്നിച്ച്, കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്താണ്, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ പ്രോഫിറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഡെഫിനിഷൻ നമ്മൾ ക്വസ്റ്റ്യൻ 5 പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതെടുക്കുക. ഫീച്ചേഴ്സ് എന്താ, ഒരുപാട് ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചാണ് അല്ലേ. ഈച്ച് കോൺട്രാക്ട് എന്താണ്, ഡിസ്റ്റിങ്ക്റ്റ് കോസ്റ്റ് യൂണിറ്റ് ആണ്. ഓരോ കോൺട്രാക്റ്റും എന്താണ്, ഡിസ്റ്റിങ്ക്റ്റ് കോസ്റ്റ് യൂണിറ്റ് ആണ്. ഒരുപാട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഓൾ എക്സ്പെൻസസ് റിലേറ്റഡ് ടു ദാറ്റ് കോൺട്രാക്ട് ആർ സെപ്പറേറ്റ്ലി റെക്കോർഡ് ചെയ്യണം. ഓരോ കോൺട്രാക്ടിന്റെയും സെപ്പറേറ്റ് റെക്കോർഡ് ചെയ്യണം. പിന്നെ കോൺട്രാക്ട് എന്ത് ചെയ്യും, ലോങ് പീരിയഡ് ഉണ്ടാവും, മോർ ദാൻ 1 ഫിനാൻഷ്യൽ ഇയർ വരും. പിന്നെ വർക്ക് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുക കോൺട്രാക്ടറുടെ പ്രിമൈസിലാണ്. ലാർജ് ജോബാണ്, അതിന് ഉദാഹരണം റോഡ്, ബ്രിഡ്ജ് പോലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഇതിൽ വരുന്ന മേജർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡയറക്റ്റ് കോസ്റ്റ് ആണ്. ഇൻഡയറക്റ്റ് കോസ്റ്റ് കമ്പാരിറ്റീവ്ലി വളരെ കുറവായിരിക്കും. ഓക്കെ. പിന്നെ പേയ്മെന്റ് കൊടുക്കൽ എങ്ങനെ, പേയ്മെന്റ് കൊടുക്കുക സ്റ്റേജ് ആയിട്ടാണ് കൊടുക്കുക. സർട്ടിഫൈ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ, വർക്ക് സർട്ടിഫൈഡ് ബൈ ആർക്കിടെക്റ്റോ എഞ്ചിനീയറോ വർക്ക് സർട്ടിഫൈ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് പേയ്മെന്റ് കൊടുക്കുക. പിന്നെ ഈ പേയ്മെന്റിന്റെ ഒരു പോർഷൻ എന്ത് ചെയ്യും, റീറ്റെയിൻ ചെയ്ത് വെക്കും. റീടെൻഷൻ മണി നമ്മൾ പറഞ്ഞില്ലായിരുന്നു. അങ്ങനെ ഒരു ഇതൊക്കെ തന്നെയാണ് കോൺട്രാക്ട്. അല്ലാതെ ഒരു മൊബൈലിന്റെ ഫീച്ചർ പറയുന്ന പോലെ പറയാൻ പറ്റുമോ, ഇത് നല്ല ക്യാമറയാണ്, ഇതിന്റെ സ്റ്റോറേജ് ഇത്രയാണ്, ഇതിന്റെ റാം ഇത്രയാണ്, ഇതിന് ഇനി ഫെസിലിറ്റി ഉണ്ട് എന്ന് പറയും. അങ്ങനെ ഒരു കോൺട്രാക്ടിന് എങ്ങനെ ഫീച്ചർ പറയാ. അപ്പൊ ഇതിന്റെ ഫീച്ചർ ഇതൊക്കെ തന്നെ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു 5-6 ഫീച്ചർ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, പ്രോഫിറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തില്ലേ, ആ ഒരു ഇതും എന്ത് ചെയ്യുക, എഴുതി കൊടുക്കുക. തിയറി 10 മാർക്കിന് ചോദിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്.
അപ്പോൾ ഇനി ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇന്നത്തെ ഡിസ്കഷൻ അവസാനിപ്പിക്കാം കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ അല്ലേ? ഒന്ന് കമന്റ് ചെയ്. മടുത്തോ? ഒരു 15 മിനിറ്റും കൂടെ, അതോടുകൂടി അവസാനിക്കും ഈ ഒരു ചാപ്റ്റർ. ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇതിന്റെ റെക്കോർഡിങ് വരുമ്പം നിങ്ങൾക്ക് ഒന്നും കൂടെ കാണുക, അല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലം ഒന്നും കൂടെ ചെയ്താൽ നിങ്ങൾക്ക് നല്ല ധാരണ ആവുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റിവിഷന്റെ ഉദ്ദേശം അത്രേ ഉള്ളൂ. തന്ന ക്ലാസ് തന്നെയാണ് വീണ്ടും ചെയ്യുന്നത്. അതിന്റെ ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻസ് എടുക്കുക, എന്നാൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് ആ ചാപ്റ്റർ ഏകദേശം കവർ ചെയ്യാനും പറ്റും. അതിന്റെ ഇമ്പോർട്ടന്റ് ഏരിയ എന്നുള്ളത് നോക്കാം. മിസ്റ്റർ എ ഹാസ് അണ്ടർടേക്കൺ സെവറൽ കോൺട്രാക്ട് വർക്ക്സ്. ഹി മെയിൻറ്റെയിൻ എ സെപ്പറേറ്റ് റെക്കോർഡ് ഫോർ ഈച്ച് കോൺട്രാക്ട്. ഓരോ കോൺട്രാക്ടിനും സെപ്പറേറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അത് ഓനെന്നല്ല, ആരായാലും ഇത് ചെയ്യണം. കാരണം എന്താ, കോൺട്രാക്ട് ആണെങ്കിൽ ഓരോന്നിനും സെപ്പറേറ്റ് റെക്കോർഡ് ചെയ്യണം. ഫ്രം ദ റെക്കോർഡ്സ് ഫോർ ദർ എൻഡിങ് 31st December 1998, 1998 പ്രിപ്പയർ കോൺട്രാക്ട് അക്കൗണ്ട് ഫോർ കോൺട്രാക്ട് നമ്പർ 50. കോൺട്രാക്ടിന് ഒരു പേര് കൊടുത്തിട്ടുണ്ട്, 50 എന്നാണ്. ആൻഡ് ഫൈൻഡ് എമൗണ്ട് ടു ബി ട്രാൻസ്ഫേർഡ്, ഫൈൻഡ് ദ എമൗണ്ട് ട്രാൻസ്ഫർ ടു ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ലാസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് എത്ര ട്രാൻസ്ഫർ ചെയ്യണമെന്നും കാൽക്കുലേറ്റ് ചെയ്യാനാ പറഞ്ഞു. ഡയറക്റ്റ് മെറ്റീരിയൽ 1,80,000. മെറ്റീരിയൽ ഇഷ്യൂഡ് ഫ്രം സ്റ്റോർ 50,000. വേജസ് ഇതെന്താണ്, പർച്ചേസ് ആട്ടോ. മെറ്റീരിയൽ ഡയറക്റ്റ് പർച്ചേസ് ഓഫ് മെറ്റീരിയൽ, ഇത് സ്റ്റോറിൽ നിന്ന് ഇഷ്യൂ ചെയ്ത്. രണ്ടായാലും നമുക്ക് മെറ്റീരിയൽ എന്താണ് ചെലവാക്കിയിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കുക. നമുക്ക് വേണ്ടി ചെലവാക്കിയ മെറ്റീരിയലിന്റെ കാര്യമാണെന്ന് മനസ്സിലാക്കുക. വേജസ് തന്നിട്ടുണ്ട്. ഡയറക്റ്റ് എക്സ്പെൻസ് എത്ര, 24,000. ഡയറക്റ്റ് എക്സ്പെൻസ് 24,000. ഇനി മെഷീനറി പർച്ചേസ് ചെയ്തത് 1,60,000 ഉണ്ട്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഡെബിറ്റ് സൈഡിൽ എഴുതാൻ ഇപ്പൊ തന്നെ കൊതിയാവുണ്ടാവും അല്ലെ? ഓക്കെ. എസ്റ്റാബ്ലിഷ്മെന്റ് ചാർജ് 54,000. കോൺട്രാക്ട് പ്രൈസ് 15 ലക്ഷം. ക്യാഷ് റിസീവ് ചെയ്തത് എത്രയാണ്, 6 ലക്ഷം. വിച്ച് ഈസ് 80% ഓഫ് വർക്ക് സർട്ടിഫൈഡ്. ക്യാഷ് റിസീവ് ചെയ്തത് 6 ലക്ഷമാണ്. അത് വർക്ക് സർട്ടിഫൈഡിന്റെ 80%. മെറ്റീരിയൽ സൈറ്റ് 16,000. ഡിപ്രീസിയേഷൻ കറക്റ്റ് തന്നാണ്, ഇനി കാൽക്കുലേറ്റ് ചെയ്യേണ്ട. 16,000. എനിക്ക് ആദ്യം കിട്ടേണ്ടത് വർക്ക് സർട്ടിഫൈഡ് എത്രയെന്നൊന്ന് കമന്റ് ചെയ്യും. വർക്ക് സർട്ടിഫൈഡ് എത്രയെന്ന് കമന്റ് ചെയ്യും. വർക്ക് സർട്ടിഫൈഡ് എത്രയെന്നൊന്ന് കമന്റ് ചെയ്യും. ബാക്കി ഒക്കെ വാരി വലിച്ച് ചെയ്താനേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അതൊക്കെ 10 മാർക്കിന് ചോദിച്ചല്ലോ എന്നുള്ളതാണ്. നേരത്തെ ക്വസ്റ്റ്യൻ ഒരു എന്തുണ്ട്, കുറച്ചൊക്കെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതെന്താ ഡയറക്റ്റ് ചോദിച്ചേക്കുക. വർക്ക് സർട്ടിഫൈഡ് ഒക്കെ ഒന്ന് എന്ത് ചെയ്യുക, നോക്കി വെക്കുക എത്രയാണ് എന്നുള്ളത്. ഒന്ന് കമന്റ് ചെയ്താൽ മതി. നമ്മൾ ബാക്കി കാര്യങ്ങളിലേക്ക് പോവാണ് കേട്ടോ. ഓരോ കോസ്റ്റും അതുപോലെ എടുത്ത് ചെയ്താ നോക്ക്. യെസ്, 7,50,000 അല്ലെ? 18 ഇത് നോക്കുക. ഈ ഓരോ കോസ്റ്റും നമ്മൾ അതുപോലെ ഇവിടെ പോസ്റ്റ് ചെയ്യാണ് കേട്ടോ. ഡയറക്റ്റ് മെറ്റീരിയൽ പർച്ചേസ് 1,80,000. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു, 1,80,000 കൊടുത്തു. ഓക്കെ. പിന്നെ സ്റ്റോറിൽ നിന്ന് എടുത്ത 50,000, അതും ഇവിടെ എന്ത് ചെയ്തു, 50,000 കൊടുത്തു. വേജസ് എത്ര, 2,44,000. അതുപോലെ എഴുതി വെക്കുക, 2,44,000. ഡയറക്റ്റ് എക്സ്പെൻസ്, ഇത് ഡയറക്റ്റ് വേജസ് എന്നല്ല, ഇവിടെ ഡയറക്റ്റ് എക്സ്പെൻസ് എന്നാണ് കേട്ടോ. ഡയറക്റ്റ് എക്സ്പെൻസ് എത്ര, 24,000. ഡയറക്റ്റ് എക്സ്പെൻസ് 24,000. പിന്നെന്താ വന്നത്, മെഷീനറി പർച്ചേസ്ഡ് 1,60,000. അപ്പൊ മെഷീനറി പർച്ചേസ്ഡ് 1,60,000 കൊടുത്തു. എസ്റ്റാബ്ലിഷ്മെന്റ് ചാർജ് 54,000 കൊടുത്തു. ഇത്രയാണ് ചെലവുകൾ ഉള്ളത്. അത് എഴുതി കഴിഞ്ഞതിന് ശേഷം പിന്നെ നോക്കുക, നമ്മുടെ വർക്ക് ഇൻ പ്രോഗ്രസും വർക്ക് അൺസർട്ടിഫൈഡും വേണം. വർക്ക് സർട്ടിഫൈഡ് തന്നിട്ടുണ്ട്, വർക്ക് അൺസർട്ടിഫൈഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ ഒന്ന് നോക്കിയേ. വർക്ക് അൺസർട്ടിഫൈഡ് തന്നിട്ടില്ല. അപ്പൊ വർക്ക് സർട്ടിഫൈഡ് ഡയറക്റ്റ് 7,50,000 എഴുതുക. വർക്ക് അൺസർട്ടിഫൈഡ് ക്വസ്റ്റ്യനിൽ ഇല്ല. പിന്നെ അതേപോലെ തന്നെ മെറ്റീരിയൽ സൈറ്റ് 16,000. പിന്നെ മെഷീനറിന്റെ കാര്യം നോക്കുക. മെഷീനറി എത്ര ഉള്ളത്, മെഷീനറി വാങ്ങിയത് 1,60,000-നാണ്. അതിൽ ഡിപ്രീസിയേഷൻ 16,000 ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നാണ്. 10%. 16,000 കുറച്ച 1,44,000 അത് ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. അതും എഴുതി കഴിഞ്ഞാൽ ക്രെഡിറ്റ് സൈഡിലുള്ള മുഴുവൻ ടോട്ടൽ ചെയ്യുമ്പോൾ 9,10,000 കിട്ടും. അതിന്ന് ഇതുവരെയുള്ള എല്ലാ എക്സ്പെൻസും കുറച്ച് കഴിഞ്ഞാൽ നോഷണൽ പ്രോഫിറ്റ് 1,98,000 കിട്ടും. ഈ നോഷണൽ പ്രോഫിറ്റ് അതുപോലെ ഇങ്ങോട്ട് മാറ്റുക. ഓക്കെ. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ്, നമ്മുടെ കോൺട്രാക്ട് പ്രൈസ് എന്ന് പറയുന്നത് 15 ലക്ഷമാണ്. വർക്ക് സർട്ടിഫൈഡ് 7.5 ലക്ഷമാണ്. അപ്പൊ 50% കംപ്ലീറ്റ് ആണ്.
അപ്പൊ നോഷണൽ പ്രോഫിറ്റിന്റെ 2/3 എടുക്കണം. അതാണോ ഇവിടെ 50% കംപ്ലീറ്റ് ആണ്. എന്തിനാ എക്സാമിന് ഇങ്ങനെ 50% ഇട്ട് കളിപ്പിക്കണം നിങ്ങൾക്ക് മനസ്സിലായോ? 25 മുതൽ 50 വരെ 1/3, 50 മുതൽ 90 വരെ. അപ്പൊ ഈ 1/3 ആണോ 2/3 ആണോ എന്ന് ഡൗട്ട് ഉണ്ടാവും. ആ ഡൗട്ടിനാണ് ആ 50% ഇട്ട് വരുന്നത്. ഓക്കെ, 50 എത്തിക്കഴിഞ്ഞാൽ 50 to 90 എന്ന് പറയുമ്പോൾ 2/3 വേണം. ഇത് 50 വരെ എന്നാണ്. ഓക്കെ, അപ്പൊ 2/3 ഇൻറ്റു നോഷണൽ പ്രോഫിറ്റ് ചെയ്തു. അത് 1,98,000 അല്ലായിരുന്നോ? 1,98,000 ഇൻറ്റു 2/3 ചെയ്തു. ക്യാഷ് റിസീവ്ഡ് ഡിവൈഡ് ബൈ വർക്ക് സർട്ടിഫൈഡ് ചെയ്തു. 1,05,600 മാറ്റി വെച്ചു. ബാക്കി 92,400 വർക്ക് ഇൻ പ്രോഗ്രസിലേക്ക് എന്ത് ചെയ്യണം? WIP-ലേക്കും മാറ്റി വെച്ചു. ഇതാണ് ആൻസർ. ഒന്ന് നോക്കി നോക്കുക. ഏതെങ്കിലും ഏരിയയിൽ കൺഫ്യൂഷൻ ഉണ്ടോ? സ്പീഡിലാണ് പറഞ്ഞത് എനിക്കറിയാം, പക്ഷെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒന്നും കൂടെ വർക്കൗട്ട് ചെയ്താൽ എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും. വലിയ റിസ്ക് ഉള്ള ചോദ്യങ്ങളൊന്നുമില്ല. നേരത്തെ ചോദ്യത്തിൽ മാത്രം ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസും പ്രീപെയ്ഡും വന്നു. അതൊരു റിസ്ക് അല്ല. നമ്മൾ +1 മുതൽ ഔട്ട്സ്റ്റാൻഡിങ്ങിന്റെയും പ്രീപെയ്ഡും ഒക്കെ കണ്ട് മനസ്സിലാക്കുന്ന ആളുകളാണ്. ഒന്ന് റെസ്പോണ്ട് ചെയ്യ്, യെസ് ഓർ നോ. സെറ്റാണ്. ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ആട്ടോ. ഇനി ഞാൻ കൂടുതൽ മെനക്കെടുന്നില്ല. അതേപോലെ തന്നെ വേറൊരു മാറ്റമില്ല. ക്യാഷ് റിസീവ്ഡ്, എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്. നോക്കുക, വേജസ് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്. ഇവിടെ വേജസ് എത്ര തന്നാണ്? എത്ര? ലേബർ എൻഗേജ്ഡ് ഇൻ സൈറ്റ് എന്ന് പറഞ്ഞ വേജസാ. അപ്പൊ 27,400 ഈ 900 കൂട്ടുക, എത്രയേ ഉള്ളൂ? 27,400 900 കൂട്ടി. അടുത്തതിൽ നോക്കൂ, ഡയറക്റ്റ് എക്സ്പെൻസ് 1,200 ഉണ്ട്. അതേസമയം പിന്നെ 1,200 എന്താണ് ഇത്? ഡയറക്റ്റ് എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിങ് എന്നാ പറഞ്ഞത്, കൊടുക്കാനുണ്ട്. അതും അവ എന്ത് ചെയ്യണം? ആഡ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെയുള്ള 1-2 കാര്യങ്ങളല്ലാതെ വേറെ ഒന്നും അഡീഷണൽ ഇല്ല. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്നും നല്ലപോലെ എന്ത് ചെയ്താൽ മതി? വർക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. വേറെ അഡീഷണലി ഉള്ള ഒരു ക്വസ്റ്റ്യൻ ഒന്നുമല്ല. അപ്പൊ നമുക്ക് തൽക്കാലം ഇവിടെ ഇന്ന് ഇത് ഇവിടെ അവസാനിപ്പിക്കാം. നാളെ പ്രോസസ് കോസ്റ്റിങ്ങിലുള്ള എന്താ ചെയ്യാ, പിന്നെ റിവിഷൻ സാഹചര്യം നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം. എന്താണ്, ഷാറല്ലേ? സെറ്റല്ലേ? കോൺഫിഡൻസ് വരുന്നോ? ഈ ഒരു ചാപ്റ്റർ ഒക്കെ റിവിഷൻ ഒക്കെ കഴിയുന്നതോടുകൂടെ കുറച്ചും കൂടെ ഒക്കെ ചെയ്താൽ ആ പഴയതൊക്കെ മറന്നതൊക്കെ ഓർമ്മയിൽ നിൽക്കുന്നുണ്ടോ? അപ്പോ നമുക്കിവിടെ ഇന്ന് എന്ത് ചെയ്യാം? നിർത്താം അല്ലേ? എത്ര ആളുള്ള? 9 ആളുകളൊക്കെ ഉണ്ട് അല്ലേ? ലൈവിന്റെ റെക്കോർഡഡ് വരാൻ ടൈം എടുക്കും കേട്ടോ. എന്തായാലും ഒരു 8-10 മണിക്കൂറെങ്കിലും എടുക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വന്നോളൂ. ഓക്കെ, അപ്പോൾ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.